തീവണ്ടി പുറപ്പെടാൻ ഇനിയും സമയമുണ്ട്. പക്ഷേ ശീതക്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നതിനേക്കാൾ എത്രയും പെട്ടെന്ന് ബോഗിക്കുള്ളിൽ കയറിക്കൂടാനായിരുന്നു എല്ലാവരെയും പോലെ വിമൽ ബാബുവും ഉത്സാഹിച്ചത്. ഇക്കൊല്ലം നവംബറിന്റെ മധ്യഭാഗത്ത് വെച്ച് തന്നെ ശൈത്യം അതിന്റെ പരിധി പ്രദേശങ്ങളെ കീഴടക്കി കഴിഞ്ഞിരിക്കുകയാണ്. വിമൽ ബാബു റക്സാക്ക് തോളിലിട്ട് ട്രോളി ബാഗ് വലിച്ചുകൊണ്ട് ട്രെയിനിനുള്ളിലെ ഇടുങ്ങിയ പാസേജിലൂടെ സീറ്റുകളുടെ നിര നോക്കിക്കൊണ്ട് നടന്നു. തന്റെ സീറ്റ് നമ്പർ ഏത് നിരയിലാണെന്ന് അയാൾ കണ്ടുപിടിച്ചു. ഭാഗ്യം, ജാലകത്തിനരികെയുള്ള സീറ്റ് തന്നെ. എതിർവശത്തെ സീറ്റിലിരിക്കുന്ന യുവതി തന്നെ കണ്ടിട്ടും തന്റെ സീറ്റിലേക്ക് കയറ്റിവെച്ചിരുന്ന പാദങ്ങൾ മാറ്റാഞ്ഞത് വിമൽ ബാബുവിനെ അല്പം അലോസരപ്പെടുത്തി. അവൾ അയാളെ കാണാത്ത മട്ടിൽ ഫോൺ ചെയ്യുകയാണ്. എക്സ്ക്യൂസ് മീ, ആ കാലൊന്നു മാറ്റുമോ? അവൾ ഫോണിലൂടെ മലയാളത്തിൽ സംസാരിക്കുന്നത് കേട്ടിട്ട് വിമൽ ബാബു മലയാളത്തിൽ തന്നെ ചോദിച്ചു. നിങ്ങൾക്കിരിക്കാൻ സ്ഥലമുണ്ടല്ലോ, പിന്നെന്താ? ഓക്കെ. വിമൽ ബാബു ട്രോളി ബാഗ് തന്റെ സീറ്റിനിടയിലേക്ക് തള്ളി. സഞ്ചി തോളത്ത് തന്നെ ഇട്ടുകൊണ്ട് സീറ്റിലിരുന്നു. അയാൾ ജനാലയോട് ചേർന്നിരുന്നതിനാൽ അവൾക്ക് കാല് രണ്ടും പിൻവലിക്കേണ്ടി വന്നു. അല്ലെങ്കിൽ അയാൾക്കും തീവണ്ടി ചുമരിനും ഇടയിൽ അവളുടെ പാദങ്ങൾ അമർന്നു പോകാനിടയുണ്ടായിരുന്നു. അവൾ ആ പാദങ്ങൾ അയാൾ ഇരിക്കുന്നതിന്റെ ഇപ്പുറത്തേക്ക് വെച്ചു. നഖങ്ങളിൽ ക്യൂടെക്സ് ഇട്ട ആ പാദങ്ങൾ മനോഹരങ്ങളാണെന്ന് വിമൽ ബാബു കണ്ടു. അയാൾ പാദത്തിൽ നിന്നും കണ്ണെടുത്ത് അവളുടെ മുഖത്തേക്ക് നോക്കി. സുന്ദരമായ മുഖം. ഗോതമ്പിന്റെ നിറം കൊണ്ട് അവളൊരു പഞ്ചാബി പെൺകുട്ടിയെ അനുസ്മരിപ്പിച്ചു. ഡൽഹിയിൽ അത്തരം സുന്ദരികൾ ധാരാളമുണ്ട്. അയാളുടെ ഓഫീസിൽ തന്നെയുണ്ട്. ഫോൺ ചെയ്യുന്നതിനിടയിൽ മുഖം തെല്ലി കുനിയുമ്പോൾ അവളുടെ പട്ടുനൂൽ പോലെ മാർദ്ദവമേറിയ മൊഴിയിഴകൾ ഒരു കുളിരയിലയിൽ എന്ന പോലെ ഒഴുകി വീണ് മുഖപാർശ്വം മറിക്കുന്നുണ്ട്. അവൾ മറ്റേ കൈകൊണ്ട് അത് മാടി വെക്കുന്നതിന് പോലും അനുപമമായ ഒരു അഴകുണ്ടെന്ന് വിമൽ ബാബു കണ്ടു. ശരിക്കും ഇത്രമേൽ അഴകുള്ള പെണ്ണിനെയാണ് താൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അയാൾക്കൊരു തിരിച്ചറിവുണ്ടായി. തൂവെണ്ണയുടെ നിറത്തിലുള്ള പേലവാങ്കുലികളും കൈത്തണ്ടയും എല്ലായിടത്തും ഒരേ നിറം തന്നെയാണ്. ചില യുവതികളുടെ മുഖം മാത്രമേ വെളുത്തിട്ടുണ്ടാവൂ. ബ്യൂട്ടി പാർലറുകളിൽ പോയി മികമിനുക്കിയും ബ്ലീച്ചിങ് ഏജന്റുകൾ അടങ്ങിയ ക്രീമുകളും പൗഡറുകളും ഉപയോഗിച്ചും കവിൾത്തടങ്ങൾ എങ്ങനെയും വെളുപ്പിച്ചെടുക്കും. കൈത്തണ്ടകളും കഴുത്തും വിരലുകളും പാദങ്ങളും ഇരുണ്ടും വിളറിയും തണുത്ത പോലെ ചുരുങ്ങിയും ഇരിക്കും. അത്തരമൊരു പെണ്ണിനെ പ്രേമിക്കാനോ കല്യാണം കഴിക്കാനോ തനിക്കൊരിക്കലും കഴിയില്ലെന്ന് വിമൽ ബാബു തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. വെളുത്ത തൊലിയില്ലാത്ത ഒരു പെണ്ണും അയാളുടെ ശ്രദ്ധയെ ആകർഷിച്ചിട്ടില്ല. ഗ്രേറ്റർ നോയിഡയിലെ അയാളുടെ ഓഫീസിൽ പ്രത്യക്ഷത്തിൽ സുന്ദരികളെന്ന് തോന്നുമെങ്കിലും അത്തരത്തിൽ നിറം കുറഞ്ഞ ധാരാളം യുവതികൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. റക്സാക്ക് തോളിൽ നിന്ന് മൂരിയെടുത്ത് സീറ്റിൽ വെച്ചിട്ട് വിമൽ ബാബു എഴുന്നേറ്റ് ബോഗിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. സീറ്റുകൾ നിറഞ്ഞു വരുന്നതേയുള്ളൂ. ലഗേജുമായി തങ്ങളുടെ സീറ്റ് എവിടെയാണെന്ന് തിരക്കി നടക്കുന്നവരെ കാണാം. ചിലർ സീറ്റുകൾക്കിടയിലും അപ്പർ ബെർത്തിലും ലഗേജ് ഒതുക്കാനുള്ള ശ്രമത്തിലാണ്. വിമൽ ബാബു വാതിലിനരികെ പോയി നിന്നു. ട്രെയിൻ പുറപ്പെടാനുള്ള സമയമായില്ലേ എന്ന വാച്ചിൽ നോക്കി. വീണ്ടും തിരിച്ച് സീറ്റിലേക്ക് വന്നപ്പോൾ ആ കമ്പാർട്ട്മെന്റിലെ മിക്ക സീറ്റുകളും നിറഞ്ഞതായി കണ്ടു. അയാൾ ചെന്ന് ഇരുന്നപ്പോൾ യുവതി എഴുന്നേറ്റു. ജീൻസും അയഞ്ഞ ബനിയൻ പോലുള്ള ടോപ്പുമാണ് അവർ അണിഞ്ഞിരുന്നത്. എഴുന്നേറ്റ് നിന്നപ്പോഴത്തെ അവളുടെ രൂപസൗകുമാര്യം വിമൽ ബാബുവിൽ ചെറിയൊരു ഉൾക്കിടിലമുളവാക്കി. അതങ്ങനെ തന്നെയായിരുന്നു. വയറിനടിത്തട്ടിൽ നിന്ന് ഒരു മിന്നൽ പാഞ്ഞ് നെഞ്ചിലേക്ക് ചെന്ന് വീണണഞ്ഞു. ഇത്രമേൽ വശ്യമായ അഴകളവുകൾ കലാകാരന്മാർ നിർമ്മിക്കുന്ന പ്രതിമകൾക്കും വരയ്ക്കുന്ന ചിത്രങ്ങൾക്കും മാത്രമേ അയാൾ കണ്ടിട്ടുള്ളൂ. ഒരുപക്ഷെ അവളുടെ നേരെ എതിർസീറ്റിൽ തന്നെ തനിക്ക് ഇരിപ്പിടം കിട്ടിയത് ഒരു നിമിത്തമായിരിക്കാം. ന്യൂഡൽഹിയിൽ നിന്ന് കേരളം വരെ നീളുന്ന യാത്രക്കിടയിൽ പരിചയപ്പെടാം. പരിചയം സൗഹൃദത്തിലേക്ക് എത്തിക്കാം. സൗഹൃദത്തിനും പ്രണയത്തിനും ഇടയ്ക്ക് ഒരു നേരിയ അതിർവരമ്പ് മാത്രമേയുള്ളൂ. വീട്ടിലെത്തുമ്പോൾ അമ്മയോടും ചേച്ചിയോടും പറയാൻ കഴിയണം, നിങ്ങൾ എനിക്ക് വേണ്ടി വിവാഹം ആലോചിച്ച് കൂടുതൽ തലപുകയ്ക്കേണ്ട. എൻ്റെ പെണ്ണിനെ ഞാൻ കണ്ടു കഴിഞ്ഞു. അവളുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അതുമാത്രമല്ല, ഞങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളത് വേണ്ട പോലെ ആലോചിച്ച് നടത്തി തന്നാൽ മാത്രം മതി. അമ്മയും ചേച്ചിയും അത്ഭുതം കൊണ്ട് കണ്ണു മിഴിച്ചു നോക്കും. കാരണം അവർക്കറിയാം, താനൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു എന്നാൽ അനേകം മിനുക്കുപണികൾക്ക് ശേഷം
രൂപം കൊള്ളുന്ന അമൂല്യമായ ഒരു രത്നക്കല്ല് പോലെയായിരിക്കും ആ പെൺകുട്ടി എന്ന് അവൾ തിരിച്ചു വന്ന് സീറ്റിലേക്കിരുന്നു. കാലിന്മേൽ കാല് കയറ്റി വെച്ചു. ടാബ് എടുത്ത് മടിയിൽ വെച്ചു. അതിൽ നിന്നുള്ള ഹെഡ്ഫോൺ ചെവിയിലേക്ക് ഘടിപ്പിച്ചു. ഇവൾ എന്തുകൊണ്ടാണ് സിനിമയിൽ നായിക ആവാത്തതെന്ന് വിമൽ ബാബു അത്ഭുതപ്പെട്ടു. ഒന്നുകിൽ സിനിമാ നിർമ്മാതാക്കളുടെയോ സംവിധായകരുടെയോ കണ്ണിൽ അവൾ പെട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അഭിനയത്തോട് താല്പര്യമില്ലാഞ്ഞ് അവൾ ആ ക്ഷണം നിരസിച്ചിരിക്കും. പിന്നെ അവശേഷിക്കുന്ന ഒരേ ഒരു കാരണം അവളെ കാണാനും പരിചയപ്പെടാനും പ്രണയിക്കാനും വിവാഹം കഴിക്കാനുമായി ഈശ്വരൻ തനിക്ക് വേണ്ടി അവളെ ഒരുക്കി മാറ്റി നിർത്തിയിരിക്കുകയാണ് എന്നതാണ്. ചില കണ്ടെത്തലുകളും കൂടിച്ചേരലുകളും ഇങ്ങനെ ആകസ്മികമായിട്ടാണ് സംഭവിക്കുക. പ്രത്യക്ഷത്തിൽ തീർത്തും സാധാരണം. എന്നാൽ ഒരു ബന്ധത്തിന്റെ കാണാച്ചരടുകൾ വളരെ കാലത്തിനു മുമ്പേ ഏതോ രണ്ട് ദിക്കുകളിൽ നിന്ന് പുറപ്പെട്ട് അനേകമായ തടസ്സങ്ങളെ മറികടന്ന് സഞ്ചരിച്ച് ഒരു നിശ്ചിത സമയത്ത് ഒരു ട്രെയിനുള്ളിലേക്ക് കടന്നു വന്ന് തമ്മിൽ കൂടിച്ചേരുകയാണ്. ഈ സമയത്ത് താൻ കടൽ തീരത്താണെങ്കിൽ ഇവളും കടൽ തീരത്ത് തന്നെയായിരുന്നേനെ. ഈ സമയം താൻ വിമാനത്തിലായിരുന്നെങ്കിൽ ഇവളും അതിൽ കാണുമായിരുന്നു. കാരണം ഇത് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഒരു കൂടിക്കാഴ്ചയാണ്. വിമൽ ബാബു അവളെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള ദിവാസ്വപ്നത്തിൽ മുഴുകി. ഇതിനിടയിൽ മധ്യവയസ്കനായ ഒരു കുടവയറൻ അവളുടെ സീറ്റിന് തൊട്ടരികെയുള്ള സീറ്റിലെത്തി. അയാൾ ടിക്കറ്റ് എടുത്ത് വെച്ച് തൻ്റെ സീറ്റ് നമ്പർ പരിശോധിച്ചു. എക്സ്ക്യൂസ് മീ, അയാൾ യുവതിയോട് പറഞ്ഞു. ആ വിൻഡോ സീറ്റ് എൻ്റേതാണെന്ന് തോന്നുന്നു. അവൾ പെട്ടെന്ന് സ്വന്തം ലോകത്ത് നിന്ന് ഉണർന്നു. ഉവ്വോ, അയ്യോ, ഞാൻ അറിഞ്ഞില്ല. ഇവിടെ തന്നെ ഇരിക്കണമെന്ന് നിർബന്ധമാണോ? അയാൾക്ക് അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ പെട്ടെന്ന് ഒരു മറുപടി കിട്ടുന്നില്ലെന്ന് വിമൽ ബാബുവിന് മനസ്സിലായി. സോറി, ഒരു റിക്വസ്റ്റ്, ഞാൻ ഇവിടെ ഇരുന്നോട്ടെ? എനിക്ക് ശ്വാസം മുട്ടലുണ്ട്. ഇവിടെ ഈ അരികിലിരുന്നാൽ എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടും. മറ്റുള്ളവർക്കിടയിൽ പെട്ടുപോയാൽ എനിക്ക് ശ്വാസം കിട്ടാത്ത പോലും. പ്ലീസ്. അത്രയും സുന്ദരിയായ ഒരു യുവതിയുടെ അപേക്ഷ സ്വീകരിക്കാതിരിക്കാൻ മാന്യനായ ഒരാൾക്കും കഴിയുമായിരുന്നില്ല. ഓക്കെ, നിങ്ങൾ അതെടുത്തോളൂ. മധ്യവയസ്കൻ തൻ്റെ സീറ്റ് അവൾക്ക് വിട്ടുകൊടുത്തു. അവൾ തന്നോട് അങ്ങനെ അപേക്ഷിച്ചിരുന്നെങ്കിൽ തൻ്റെ സീറ്റ് കൊടുക്കാമായിരുന്നുവെന്ന് വിമൽ ബാബു ഓർത്തു. ട്രെയിൻ പുറപ്പെടാൻ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് ഒരു യുവതി കൂടി അവരുടെ കമ്പാർട്ട്മെന്റിലേക്ക് വന്നു. മറുവശത്തെ ജലനിന് സമാന്തരമായ സീറ്റാണ് അവൾക്ക് കിട്ടിയത്. ബാഗ് അപ്പർ ബർത്തിൽ വെച്ച ശേഷം അവൾ ജാലകവിരി വകഞ്ഞുമാറ്റി. മറ്റേതാനും യുവതികൾ ആ വിൻഡോ ചെയിനിനപ്പുറത്ത് നിന്ന് കൈവീശിയും മറ്റും അവൾക്ക് യാത്രാമൊഴി നേരുന്നുണ്ടായിരുന്നു. അവൾ തിരിച്ചും. മഞ്ഞു വീണ ഗ്ലാസ് പ്ലാറ്റ്ഫോമിൽ നിന്ന് കൂട്ടുകാരികൾ ഷോളുകൊണ്ട് തുടച്ച് കാഴ്ച കൂടുതൽ സുതാര്യമാക്കി. ട്രെയിൻ ചെറിയൊരു ഉലച്ചിലോടെ നീങ്ങിത്തുടങ്ങി. അതോടെ കൂട്ടുകാരികൾ അപ്രത്യക്ഷരായി. യുവതി സീറ്റിലേക്കിരുന്നു. പതിവ് പോലെ വിമൽ ബാബു അവളുടെ നിറം ശ്രദ്ധിച്ചു. അയാളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആകർഷകമല്ലാത്ത നിറം. ഏതാണ്ടൊരു ലാറ്റിൻ അമേരിക്കൻ ചായവുള്ള ഇരുണ്ട നിറം. മുടിയുടെ നിറവും കറുപ്പ് തന്നെ. എങ്കിലും നല്ല പ്രസരിപ്പുള്ള അവളുടെ ഒരു ജോഡി കണ്ണുകൾ അയാളെയും ഒന്ന് തലോടി. എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം കൂടി ആ നോട്ടത്തിലുണ്ടായിരുന്നതായി തോന്നിയെങ്കിലും വിമൽ ബാബു അത് അവഗണിച്ച് മുന്നിലിരിക്കുന്ന യുവതിയിലേക്ക് തന്നെ ശ്രദ്ധയൂന്നി. ട്രെയിൻ അനേകം നാഴികകൾ താണ്ടിക്കഴിഞ്ഞതിനു ശേഷമാണ് വിമൽ ബാബുവിന് യുവതിയുടെ പേര് ചോദിക്കാൻ ഒരവസരം കിട്ടിയത്. അതുവരെയും അയാൾ അനുകൂല സാഹചര്യത്തിനായി തയ്യാറായിരിക്കുകയായിരുന്നു. ഒന്നുകിൽ അവൾ നേരെ മുന്നിലിരിക്കുന്ന തന്നെ നോക്കി ഒന്ന് മന്ദഹസിക്കണം, അപ്പോൾ പേര് ചോദിക്കാം. അല്ലെങ്കിൽ അവളെക്കൊണ്ട് തനിക്കോ തന്നെക്കൊണ്ട് അവൾക്കോ എന്തെങ്കിലും ഉപദ്രവമുണ്ടാകണം. ഹെഡ്ഫോൺ ചെവിയിലേക്ക് തിരുകി ടാബ് മടിയിൽ വെച്ച് അതിലെ സിനിമയിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന യുവതി ആരെങ്കിലും നോക്കുന്നുപോലുമില്ല. ഇടയ്ക്ക് വല്ലപ്പോഴും മുഖമുയർത്തിയാൽ തന്നെ പുറത്തേക്കാണ് നോക്കുന്നത്. ജനാലയ്ക്ക് സമാന്തരമായുള്ള സീറ്റ് കിട്ടിയ പെൺകുട്ടിയോട് വേണമെങ്കിൽ പേര് ചോദിക്കാൻ വിമൽ ബാബുവിന് ധാരാളം അവസരം കിട്ടിയെങ്കിലും അതൊന്നും അയാൾ ഉപയോഗിച്ചില്ല. അവളുടെ സീറ്റിനെതിരെയുള്ള ഒറ്റ സീറ്റിൽ ഒരു തടിച്ച സ്ത്രീയാണ് ഇരുന്നിരുന്നത്. അവരുടെ ലഗേജ് ഒരിടത്തും ഒതുങ്ങാതെ പാസേജിലൂടെ നീങ്ങുന്നവർക്ക് ശല്യമുണ്ടാക്കിക്കൊണ്ടിരുന്നു. ആ സ്ത്രീയാണെങ്കിൽ കുനിയുന്നതിനോ കുനിഞ്ഞാൽ തന്നെ നിവരുന്നതിനോ ഈ ജന്മത്തിൽ സാധിക്കുമെന്ന് ആർക്കും തോന്നാത്തത്ത വിധം അത്രയും തടിച്ചുരുണ്ടതായിരുന്നു.
അവർക്ക് വേണ്ടി ആ പെൺകുട്ടി വന്ന് സുന്ദരിയായ യുവതിയോട് അവൾ ഇരിക്കുന്ന ബാഗത്തെ സീറ്റിനടിയിലേക്ക് ലഗേജ് തള്ളിക്കയറ്റി വെക്കട്ടെ എന്ന് ചോദിച്ചു. ഇവിടെ ഒട്ടും സ്പേസ് ഇല്ല, ഇവിടെ പറ്റില്ല. യുവതി അനിഷ്ടത്തോടെ പിറുപിറുത്തു. കുറച്ച് സ്ഥലമുണ്ടല്ലോ, കാലൊന്നു മാറ്റിയാൽ മതി, ഞാനിത് തള്ളി വെച്ചോളാം. യുവതി കാല് മാറ്റിയില്ലെന്ന് മാത്രമല്ല, അവൾ അതുവരെ സീറ്റിൽ വെച്ചിരുന്ന ബാഗെടുത്ത് മറ്റേ പെൺകുട്ടി ആവശ്യപ്പെട്ട ഗ്യാപ്പിലേക്ക് തള്ളിവെച്ച് ഒരു വലിയ പെട്ടി തിരികെ കയറ്റാവുന്ന സ്ഥലം കൈയടക്കുകയും ചെയ്തു. അങ്ങനെ തന്നെ വേണമെന്ന് വിമൽ ബാബുവിനും തോന്നി. ഓരോരുത്തർ വീടെഴിഞ്ഞു പോകുന്നത് പോലെയാണ് സാധന സാമഗ്രികളുമായി ട്രെയിനിലേക്ക് കയറി വരുന്നത്. കുറെ ലഗേജുമായി ഓരോരുത്തർ കയറി വന്നോളും. പെട്ടിയും ബെഡും അലമാരയും ബക്കറ്റും. താൻ വിചാരിച്ച കാര്യം തന്നെയാണല്ലോ സുന്ദരി പറഞ്ഞതെന്നോർത്ത് വിമൽ ബാബു വിസ്മയം പൂണ്ടു. ഇതിനെയാണ് മാനസിക പൊരുത്തം എന്ന് പറയുന്നത്. മറ്റേ പെൺകുട്ടി വിമൽ ബാബുവിനെ നോക്കി പുഞ്ചിരി തൂക്കി. സാർ, സീറ്റിനടിയിലോട്ട് ഇതൊന്ന് വെച്ചോട്ടെ, ഇവിടെ ഒട്ടും സ്ഥലമില്ലാഞ്ഞിട്ടാ. നിങ്ങളുടെ ലഗേജ് അല്ലല്ലോ ഇത്, പിന്നെന്താ? സോറി സാർ, ഇതിന്റെ കീഴിലൊക്കെ നൂണ്ട് കയറാനൊന്നും അവർക്ക് വയ്യെന്ന് തോന്നുന്നു. പ്ലീസ് സാർ. വിമൽ ബാബുവിന് മനസ്സില്ലാ മനസ്സോടെ തന്റെ കാൽ മാറ്റി ആ പെൺകുട്ടിക്ക് ലഗേജ് വെക്കാനുള്ള സൗകര്യം ഒരുക്കേണ്ടി വന്നു. ഒരു സംഗതിയിൽ ന്യായമുണ്ടെന്ന് കണ്ടാൽ അതിനെ പ്രതിരോധിച്ച് നിൽക്കാനുള്ള ധാർഷ്ട്യം അയാൾക്കുണ്ടായിരുന്നില്ല. ആദ്യത്തെ സ്യൂട്ട് കേസ് തള്ളിവെച്ചിട്ട് അവൾ അയാളോട് നന്ദി പറഞ്ഞു. സാറിന്റെ പേരെന്താ? വിമൽ ബാബു. വൈമനസ്യത്തോടെ പറഞ്ഞിട്ട് അയാൾ തെറ്റു ചെയ്ത ഭാവത്തിൽ സുന്ദരിയെ നോക്കി. അവൾ ഇതൊക്കെ അറിയുന്നുണ്ടെങ്കിലും അറിയാത്ത ഭാവത്തിലാണ് ഇരിപ്പ്. ഞാൻ ലേഖ. സാറ് മലയാളിയാണെന്ന് മനസ്സിലായി, അതുകൊണ്ട് ചോദിച്ചതാ കേട്ടോ. അവൾ പോയി ഒരു ബാഗ് വലിച്ച് നിരക്കിക്കൊണ്ട് വന്നു. കഷ്ടിച്ച് ഇതും കൂടി വെക്കാം, ലേഖ ആത്മകഥം പോലെ പറഞ്ഞു. താങ്ക് യു സാർ. സാറ് സമ്മതിച്ചില്ലെങ്കിൽ വിഷമിച്ചു പോയേനെ. ആര് വിഷമിക്കും? ഇവളല്ലല്ലോ, മറ്റേ സ്ത്രീയല്ലേ വിഷമിക്കുന്നത്. അതിന് ഇവൾക്കെന്താ? ലേഖ അവളുടെ സീറ്റിലേക്ക് മടങ്ങിപ്പോയി കഴിഞ്ഞ ശേഷം വിമൽ ബാബുവിനെ നോക്കി സുന്ദരി പിറുപിറുത്തു. വിമൽ ബാബു ലേഖയെ നോക്കി. അവൾ കേട്ട് കാണുമായിരിക്കും. അത്ര തുറന്ന് പറയേണ്ടിയിരുന്നില്ല. തടിച്ച സ്ത്രീ മറ്റേ പെൺകുട്ടിയോട് നന്ദി പറയുന്നത് വിമൽ ബാബു കേട്ടു. സുന്ദരി വിമൽ ബാബുവിനെ നോട്ടം കൊണ്ട് മാത്രമല്ല വാക്കുകൊണ്ടും കുറ്റപ്പെടുത്തി. നിങ്ങൾ സമ്മതിക്കരുതായിരുന്നു. ആ സീറ്റിൽ ഇനി വരുന്നവർ അവരുടെ ലഗേജ് എവിടെ വെക്കും? ട്രെയിനല്ലേ, എവിടെങ്കിലും സ്ഥലമുണ്ടാകും, വിമൽ ബാബു പറഞ്ഞു. ഇവിടെയാണ് അയാൾക്ക് ഒരവസരം ഒത്തുകിട്ടിയത്. നാട്ടിലെവിടെയാ വീട്? ചങ്ങനാശ്ശേരി. ഞാൻ തിരുവല്ല. എന്താ പേര്? പ്രസീത പത്മ. അവൾ പറഞ്ഞിട്ട് വീണ്ടും ചെവിയിൽ ഹെഡ്ഫോൺ തിരുകി. പ്രസീത. വിമൽ ബാബു ശബ്ദമില്ലാതെ ആ പേര് ഉരുവിട്ടു നോക്കി. കൊള്ളാം, അന്തസ്സുള്ള പേര്. ഇത്രയും മനോഹരിയായൊരു പെണ്ണിന് നന്നായി ഇണങ്ങുന്നുണ്ട്. അത് മിക്കപ്പോഴും അങ്ങനെയാണ്. ആളുകളുടെ വ്യക്തിത്വത്തെ സാധൂകരിക്കുന്ന വിധത്തിലുള്ള പേരുകൾ തന്നെയാണ് മിക്കപ്പോഴും ഓരോരുത്തർക്കും ഉള്ളത്. ചുരുക്കം ചില അപവാദങ്ങളില്ലെന്നല്ല. ലേഖ എന്ന പെൺകുട്ടി അഭിമുഖമായി ഇരിക്കുന്ന സ്ത്രീയോട് സംസാരിക്കുകയാണ്. അവൾ വളരെ സന്തോഷവതിയാണെന്ന് വിമൽ ബാബുവിന് തോന്നി. അല്ലെങ്കിൽ ഇത്ര പ്രസന്നതയോടെ സംസാരിക്കേണ്ട കാര്യമില്ല. പാസേജിലൂടെ വന്ന ഒരു ചെറിയ കുട്ടി ആരുടെയോ കാലിൽ തട്ടി വീഴാൻ പോയി. നേരെ മുഖമടച്ച് അവൻ വീഴുന്നതിന് ഒരു സെക്കൻഡ് മുമ്പ് ലേഖ കൈനീട്ടി അതിനെ വാരി പിടിച്ചു. പേടിച്ചു പോയ അവൻ ആശ്വാസത്തോടെ അവളെ നോക്കി. ഇപ്പം വീണേനെ, സാരമില്ല ട്ടോ. അത്രയും പറഞ്ഞ് അവന്റെ നെറ്റിയിലൊന്ന് തലോടി അവൾ അവനെ പോകാൻ അനുവദിച്ചു. 5 or 6 വയസ്സുള്ള ചെറിയൊരു കുട്ടി. അവൻ ചിലപ്പോൾ മലയാളി അല്ലായിരിക്കാം. എങ്കിലും അവൾ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഭാഷ ഒരു തടസ്സമേയല്ലെന്ന് വിമൽ ബാബുവിന് തോന്നി. ആ കുട്ടി അവളുടെ നേർക്ക് മന്ദഹസിച്ചിട്ടാണ് പോയത്. പ്രസീത സുന്ദരി ടാബ് ഓഫ് ചെയ്ത് അസാധാരണ ഗൗരവത്തിലിരിക്കുകയാണ്. അവൾ എങ്ങോട്ട് നോക്കുന്നു എന്ന് പറയാൻ വയ്യ. ഭൂതകാലത്തിലേക്കാവാം, ഭാവിയിലേക്കാവാം, കേരളത്തിലേക്കാവാം, അതുമല്ലെങ്കിൽ അവൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഓഫീസിലേക്കുമാവാം. അവളെ തന്നെ ശ്രദ്ധിച്ചിരുന്നപ്പോൾ വിമൽ ബാബുവിന് ഒരു സംഗതി പിടികിട്ടി. നോക്കുന്നില്ലെങ്കിലും അവൾ എല്ലാവരെയും കാണുന്നുണ്ട്. ആളുകൾ തെല്ലെ വിസ്മയത്തോടും ആരാധനയോടും കൂടി അവളെ നോക്കുന്നുണ്ടെന്നുള്ള സംഗതി അവൾക്കറിയാം. അവൾ അത് ആസ്വദിക്കുന്നുമുണ്ട്. എക്സ്ക്യൂസ് മീ, രണ്ടും കൽപ്പിച്ച് വിമൽ ബാബു പ്രസീതയോട് ചോദിച്ചു. പത്മ എന്നത്
പത്മകുമാർ എന്ന പേര് ചുരുക്കിയതാണോ? അവൾ അയാളെ നോക്കി. ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു, അല്ല. വീണ്ടും അവൾ ഹെഡ്ഫോൺ എടുത്ത് ചെവിയിൽ തിരുകി ടാബ് ഓൺ ചെയ്തു. ട്രെയിൻ വേഗത കുറഞ്ഞു നിന്നു. മധുരയിലെത്തിയെന്ന് ആരോ പറയുന്നത് കേട്ട് വിമൽ ബാബു പുറത്തേക്ക് നോക്കി. ആരൊക്കെയോ കയറുന്നു. ഇറങ്ങാൻ ആരുമില്ല. വിമൽ ബാബുവിൻ്റെ തൊട്ടടുത്ത സീറ്റിലും ആള് വന്നു. ഒരു തടിച്ച പ്രൗഢയായ വനിതയും അവരുടെ മകനെന്ന് തോന്നിക്കുന്ന കൗമാരക്കാരനും. ട്രെയിൻ വീണ്ടും ചലിച്ചു തുടങ്ങിയപ്പോൾ ഒരു സ്ത്രീയും കുട്ടിയും കൂടി പാസേജിലേക്ക് വന്നു. രണ്ടു ഭാഗത്തുമുള്ള സീറ്റുകളിലൂടെ ആ സ്ത്രീ പ്രതീക്ഷയോടെ നോക്കുന്നുണ്ടായിരുന്നു. കുട്ടിയെ അവൾ തോളിൽ കിടത്തിയിരിക്കുകയാണ്. പക്ഷേ നിലത്തിറങ്ങി നടക്കാൻ പ്രായമായ കുട്ടിയാണതെന്ന് വിമൽ ബാബുവിന് തോന്നി. പാസേജിലൂടെ അവർ കടന്നുപോയി. ലേഖ കൂടെ കൂടെ തലതിരിച്ച് അവർ പോയ ദിക്കിലേക്ക് നോക്കുന്നത് വിമൽ ബാബു ശ്രദ്ധിച്ചു. പ്രസീത പത്മ ഹെഡ്ഫോണിലും ടാബിലെ സിനിമയിലും മുഴുകിയിരിക്കുകയാണ്. ട്രെയിൻ ഗ്വാളിയാർ വിടുന്നത് വരെ വിമൽ ബാബു ചെറിയൊരു മയക്കത്തിലായിരുന്നു. പാളങ്ങൾ മാറുന്ന സന്ധികളിലെ ചില കുടുക്കങ്ങൾ കൊണ്ട് അയാളുടെ മയക്കം ഞെട്ടി. അതുകൂടാതെ ആരെയോ ശകാരിക്കുന്ന ശബ്ദവും കേൾക്കായി. വിമൽ ബാബു കണ്ണുകൾ മിഴിച്ചു നോക്കുമ്പോൾ പ്രസീത കാലുകൾ മടക്കി സ്വന്തം സീറ്റിൽ വെച്ച് വിൻഡോയിലേക്ക് തോൾ ചാരി ചുരുണ്ടിരിക്കുകയാണ്. പാസേജിൽ ടിക്കറ്റ് എക്സാമിനറുടെ രൂപം ദൃശ്യമായി. അയാൾ ആരുടെയൊക്കെയോ തട്ടിക്കയറുകയാണ്. മധുരയിൽ നിന്ന് കയറിയ യുവതിയും കുട്ടിയും തലകുനിച്ച് പാസേജിലൂടെ വരുന്നു. TTE അവരെ ട്രെയിനിന്റെ ബോഗിയുടെ വാതിൽക്കലേക്ക് കൊണ്ടുപോവുകയാണ്. ലേഖ അവളുടെ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് TTEയോട് കാര്യം തിരക്കുന്നുണ്ട്. TTEയുടെ ശകാരവും യുവതിയും കുട്ടിയും അകന്നകന്നു പോയി. ലേഖയെയും അവളുടെ സീറ്റിൽ കാണാനില്ല. കള്ള ട്രെയിൻ കയറിയതാണെന്ന് തോന്നുന്നു, വിമൽ പ്രസീതയോട് പറഞ്ഞു. തങ്ങൾ രണ്ടുപേരും ഒരേ കാര്യത്തിൽ ശ്രദ്ധയൂന്നിരിക്കുകയാണല്ലോ എന്ന ധൈര്യത്തിലാണ് പറഞ്ഞത്. ടിക്കറ്റില്ലാഞ്ഞിട്ടല്ല, വേറെ ഏതോ പ്രശ്നമാ. പ്രസീത ആദ്യമായി അയാളോട് അനുകൂല ഭാവത്തിൽ സംസാരിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ലേഖ എന്ന യുവതി തിരികെ സീറ്റിലേക്ക് വന്നു. തൊട്ട മുമ്പിലിരിക്കുന്ന സ്ത്രീയോട് അവൾ പറയുന്നത് കേട്ടു. ആ ചേച്ചിക്ക് റിസർവേഷൻ ഇല്ല. മധുര വരെ സെക്കൻഡ് ക്ലാസ്സിൽ യാത്ര ചെയ്തു. അവിടെ വെച്ച് TTE കമ്പാർട്ട്മെന്റിൽ നിന്ന് ഇറക്കി വിട്ടു. പോയി ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറാൻ പറഞ്ഞു. അതിനകത്ത് ഈച്ചയ്ക്ക് പോലും കടക്കാൻ നിവൃത്തിയില്ല. പനി പിടിച്ച ഒരു കുട്ടിയേയും കൊണ്ട് ആ ചേച്ചി എന്ത് ചെയ്യാനാ? ട്രെയിൻ വിടാറായപ്പോൾ കൺമുമ്പിൽ കണ്ട ഒരു കമ്പാർട്ട്മെന്റിൽ കയറി. നന്നായിപ്പോയി, പ്രസീത വിമൽ ബാബുവിനോട് പറഞ്ഞു. 3ാം ക്ലാസ് ടിക്കറ്റ് എടുത്തിട്ട് AC കോച്ചിൽ യാത്ര സുഖമല്ലേ? ആയിരക്കണക്കിന് രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത നമ്മളൊക്കെ വെറും വിഡ്ഢികൾ. ശരിയാ, വിമൽ ബാബു പ്രസീത പറഞ്ഞത് അംഗീകരിച്ചു. ഇത്തരം ആളുകൾ എല്ലായിടത്തും ഉണ്ട്. എപ്പോ യാത്ര ചെയ്താലും ഇവരെ പോലുള്ളവരെ കാണാം. ചിലർ ടിക്കറ്റ് എടുക്കില്ല, TTE വരുമ്പോൾ ടോയ്ലറ്റിൽ കയറിയിരിക്കും. വേറെ ചിലർ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് എടുത്തിട്ട് AC കോച്ചിലേക്ക് നുഴഞ്ഞു കയറും. ആരും പിടിച്ചില്ലെങ്കിൽ സുഖമല്ലേ? പ്രസീതയുടെ അമർഷം തീരുന്നില്ല. TTE പാസേജിലൂടെ വന്നപ്പോൾ ലേഖ എഴുന്നേറ്റു. സാർ, ഝാൻസിയിലെത്തും വരെ ആ സ്ത്രീയും കുട്ടിയും ഇവിടെ എവിടെയെങ്കിലും ഇരുന്നോട്ടെ പ്ലീസ്. ആ കുട്ടിക്ക് നല്ല പനിയുണ്ട്. ഝാൻസിയിൽ ഞാൻ അവരെ ഇറക്കി വിടും സാർ. അതുവരെ. TTE ഗൗരവത്തിൽ മൂളിയിട്ട് പോയി. ലേഖ എഴുന്നേറ്റു പോയി വാതിലിനരികെ നിന്ന സ്ത്രീയെയും കുട്ടിയെയും കൂട്ടിക്കൊണ്ടുവന്നു. ദാ അങ്ങോട്ടിരുന്നു. അവൾ യുവതിയെയും കുട്ടിയെയും പ്രസീത ഇരുന്ന ബെഞ്ചിന്റെ ഇങ്ങേയറ്റത്തിരുത്തി. ഉടൻ പ്രസീത എഴുന്നേറ്റു പ്രതിഷേധിച്ചു. ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ഞങ്ങൾ 3 പേർക്കുമുള്ള സീറ്റായത്. ഇപ്പോ 3 പേരുമുണ്ട്. നിങ്ങൾ 3 പേർ സുഖമായി ഇരുന്നിട്ടും സ്പേസ് ഉണ്ടല്ലോ. ഇവർ ഒരു ശല്യവും ഉണ്ടാക്കില്ല, ലേഖ പറഞ്ഞു. കള്ളവണ്ടി കയറി വന്നിരിക്കുന്നവരെ കാണുന്നത് തന്നെ വലിയ ശല്യമാണ്. ടിക്കറ്റില്ലാതെ AC കോച്ചിൽ യാത്ര. ഇവർ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. റിസർവേഷൻ ഇല്ലാത്തത് കൊണ്ട് സെക്കൻഡ് ക്ലാസ്സിൽ നിന്ന് TTE ഇറക്കിവിട്ടതാ. അപ്പോ പോയി ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറണം, പ്രസീത തർക്കിച്ചു. അവിടൊന്നും തീരെ സ്ഥലമില്ല. ഒന്നാമത് തണുപ്പ്, പിന്നെ ഈ കുട്ടിക്ക് പനിയും. ഈ സീറ്റിലിരിക്കാൻ പറ്റില്ല. ഞാൻ TTEയോട് കംപ്ലൈന്റ് ചെയ്യും. സോറി, ലേഖ പറഞ്ഞു. എന്നിട്ട് അവൾ എഴുന്നേറ്റ് തൻ്റെ സീറ്റിലേക്ക് ആ യുവതിയെയും കുട്ടിയെയും പിടിച്ചിരുത്തി. പനിയുള്ള കുട്ടിയെയും കൊണ്ട് AC കോച്ചിൽ വന്നിരുന്ന മറ്റുള്ളവർക്കും കൂടി പകരില്ലേ? പ്രസീത പറഞ്ഞത് ശരിയാണല്ലോ എന്ന് വിമൽ ബാബു ഓർത്തു.
കുട്ടിക്ക് മരുന്ന് കൊടുക്കുന്നില്ലേ? നിങ്ങളുടെ ലഗേജ് എവിടെ എന്നെല്ലാം ലേഖ ആ സ്ത്രീയോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ബാഗ് ഏതോ സെക്കൻഡ് ക്ലാസ് ബോഗിയിലെ അപ്പർ ബർത്തിൽ ഇരിക്കുകയാണ്. ട്രെയിനിൽ നിന്ന് ടി ഇറക്കിവിടുമ്പോൾ ആ ബാഗ് നോക്കിയെടുക്കാൻ പോലും സമ്മതിച്ചില്ല. ട്രെയിൻ മധുരയിൽ നിന്ന് പുറപ്പെടാറായ സമയത്തായിരുന്നു പുറത്താക്കൽ. ബാഗിലാണ് വസ്ത്രങ്ങൾ, കുട്ടിയുടെ മരുന്നും ബാഗിലാണ്. ആ സ്ത്രീ വിശദീകരിച്ചു. അവർ കരച്ചിലിന്റെ വക്കോളം എത്തിയിരുന്നു. സാരമില്ല, സാരമില്ല, ലേഖ ആശ്വസിപ്പിക്കുന്നു. അവൾ തന്റെ ബാഗിൽ നിന്ന് ഒരു ഷോൾ എടുത്ത് കുട്ടിയെ പുതപ്പിച്ചു. ബാഗിൽ നിന്ന് ഒരു ടാബ്ലറ്റ് എടുത്ത് നടുവേ ഒടിച്ച് കുട്ടിയുടെ വായിലിട്ട് കൊടുത്തു. അവൾ ബാഗിൽ കരുതിയിരുന്ന തിളപ്പിച്ചാറ്റിയ വെള്ളവും കൊടുത്തു. പിന്നെ ഒരു ചെറിയ ബോട്ടിലിൽ നിന്ന് ഓറഞ്ച് നിറമുള്ള സിറപ്പും അതിന്റെ അടുപ്പിലൊഴിച്ച് കുടിക്കാൻ കൊടുത്തു. അടുത്ത സ്റ്റേഷനിൽ നിങ്ങളെ എന്തായാലും ഇറക്കിവിടും, ലേഖ പറഞ്ഞു. ഇത് കയ്യിൽ വെച്ചോ, ഞാൻ 2-3 ടാബ്ലറ്റും കൂടി തരാം, പകുതി കൊടുത്താൽ മതി ഒരു നേരം. ലക്ഷണം കണ്ടിട്ട് അവൾ ഏതോ തല്ലിപ്പൊളി ഹോസ്പിറ്റലിലെ പീര നഴ്സാണെന്ന് തോന്നുന്നു. വിമൽ ബാബുവിന്റെ നേരെ മുന്നിലിരുന്ന് പ്രസീത പിറുപിറുത്തു. ആ വാക്കുകൾക്കൊരു ഭംഗിയില്ലെന്ന് വിമൽ ബാബുവിന് തോന്നി. ഇതുവരെ അവൾ പറഞ്ഞതെല്ലാം ഒരു തരം ആരാധനയോടെ അയാൾ അംഗീകരിച്ചു വരികയായിരുന്നു. ഓക്കാനിക്കുന്ന ശബ്ദം കേട്ട് വിമൽ ബാബു മുഖം തിരിച്ചു നോക്കി. അത് ആ കുട്ടിയായിരുന്നു. അവൻ ഛർദ്ദിക്കുകയാണ്. കൊഴുത്ത മഞ്ഞവെള്ളവും ഗുളികയുടെ അവശിഷ്ടങ്ങളും എപ്പോഴോ കഴിച്ച ദഹിക്കാത്ത ഭക്ഷണവും. അടുത്ത സീറ്റുകളിൽ ഉണ്ടായിരുന്നവരെല്ലാം വെറുപ്പോടെ മുഖം തിരിച്ചു. ഇപ്പോ എല്ലാം പൂർത്തിയായി. പ്രസീത അമർഷത്തോടെ പിറുപിറുത്തു. വൃത്തികെട്ട ജന്തുക്കൾ ഇതിനകത്തോട്ട് തന്നെ വന്നല്ലോ. വേറൊരു ബോഗിയും കണ്ടില്ലേ? ടി ഇങ്ങോട്ട് വരട്ടെ. പ്രസീതയുടെ ന്യായമായ അമർഷത്തിൽ വിമൽ ബാബുവും നിശബ്ദമായി പങ്കുചേർന്നു. സാരമില്ല, സാരമില്ല കേട്ടോ. കരഞ്ഞു തുടങ്ങിയ കുട്ടിയെ ലേഖ അവന്റെ തലയിൽ തട്ടി ആശ്വസിപ്പിക്കുന്നത് വിമൽ ബാബു കണ്ടു. ഛർദി തുടയ്ക്കാൻ അവൾ ആ സ്ത്രീക്ക് ബാഗിൽ നിന്നും തോർത്തെടുത്തു കൊടുത്തു. കുട്ടിയെ ലേഖ തന്നെ എടുത്തു കൊണ്ടുപോയി വാഷ് ബേസിനിൽ അവന്റെ മുഖവും വായും കഴുകി തുടച്ചെടുത്തു. ഷോളിൽ അവിടെവിടെ പുരണ്ട ഛർദി അവൾ തന്നെ കഴുകി. കുട്ടിയെയും കൊണ്ട് അവൾ തിരികെ സീറ്റിലെത്തുമ്പോഴേക്കും അവന്റെ അമ്മ ഛർദി വീണ തറയും സീറ്റിന്റെ വിളുമ്പും തുടച്ചു വൃത്തിയായി കഴിഞ്ഞിരുന്നു. ടി അവിടെ വന്ന് നിന്ന് അവളെ വഴക്കു പറയുന്നുണ്ടായിരുന്നു. ഇവിടെ എല്ലാം വൃത്തികേടാക്കി. അടുത്ത സ്റ്റേഷൻ ജാൻസിയാണ്, അവിടെ ഇറങ്ങിക്കൊള്ളണം. എല്ലാം തുടച്ചല്ലോ സാർ, ലേഖ സൗമ്യതയോടെ പറഞ്ഞു. നമ്മളും കുട്ടികളായിരുന്നില്ലേ? നമുക്കും പനിയും മറ്റു അസുഖങ്ങളും വന്നിട്ടില്ലേ? നമ്മളും ഛർദ്ദിച്ചിട്ടില്ലേ? അത് ട്രെയിനിലല്ലെന്നല്ലേയുള്ളൂ. ഇതിനകത്ത് ഇവർക്ക് കയറേണ്ട ഒരു കാര്യവുമില്ല. ദാ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പരാതി പറഞ്ഞു. എല്ലാവർക്കും ബുദ്ധിമുട്ടായില്ലേ? തേർഡ് AC-യിൽ ടിക്കറ്റ് എടുത്തിട്ട് ഛർദിലിന്റെ നാറ്റം സഹിക്കാൻ ആർക്കാ താല്പര്യം? ടി ലേഖയോട് കയർത്തു. ബോഗി തെറ്റിക്കയറിപ്പോയതല്ലേ സാർ? ഓടുന്ന ട്രെയിനിൽ നിന്ന് ഇറക്കിവിടാൻ പറ്റില്ലല്ലോ. നീയാണ് അവരെ എവിടെ കൊണ്ടിരുത്തിയത്? പ്രസീത ദേഷ്യത്തോടെ ലേഖയുടെ നേർക്ക് കൈ ചൂണ്ടി. സോറി, ഞാൻ അങ്ങനെ ചെയ്തു പോയി. ആരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല. ലേഖ ക്ഷമായാചന നടത്തി. ചാൻസിയിലെത്തുമ്പോൾ ഇറങ്ങിക്കൊള്ളണം. ടി സ്ത്രീക്കും കുട്ടിക്കും അന്ത്യശാസനം നൽകിയിട്ട് പോയി. വിമൽ ബാബു ലേഖയുടെ സീറ്റിന് നേർക്ക് വെറുതെ നോക്കി. കുട്ടി ഷോളും പുതച്ച് നല്ല ഉറക്കം. അമ്മയുടെ മടിയിലാണവൻ. ലേഖ പ്രസീത ഇരിക്കുന്ന ബെഞ്ച് സീറ്റിന്റെ അറ്റത്ത് പാസേജിലേക്ക് കാലൂന്നിയിരിക്കുകയാണ്. അവൾക്ക് സൗകര്യപ്രദമായി ഇരിക്കാനുള്ള സ്ഥലമില്ല. അവൾ അങ്ങനെ സുഖമായി ഇരിക്കരുതെന്ന് കരുതി കുട്ടി പ്രസീത ആവശ്യത്തിലധികം സ്ഥലം അപഹരിച്ചിട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അവൾ ബാഗെടുത്ത് ജനാലയരികിൽ വെച്ചപ്പോൾ തന്നെ 1.5 അടി വീതിയോളം സ്ഥലം അപഹരിക്കപ്പെട്ടു. അവൾ മറുവശത്തേക്ക് ചാഞ്ഞും ചരിഞ്ഞും അടുത്തിരുന്നയാളെ അല്പം കൂടി നീങ്ങാൻ പ്രേരിപ്പിച്ചു. ഈ കൗശലങ്ങളെല്ലാം കണ്ട് വിമൽ ബാബുവിന് ചിരി വരുന്നുണ്ടായിരുന്നു. ചാൻസിയിൽ ചെല്ലുമ്പോൾ സന്ധ്യയാകും. ഇപ്പോൾ തന്നെ ട്രെയിൻ ലേറ്റാണ്. അവിടെ ഇറങ്ങിയിട്ട് നിങ്ങൾ എന്തു ചെയ്യും? ലേഖ കുട്ടിയുടെ മടിയിൽ വെച്ചിരിക്കുന്ന സ്ത്രീയോട് ചോദിക്കുന്നത് വിമൽ ബാബു കേട്ടു. എനിക്കറിഞ്ഞൂടാ. ജനറൽ കമ്പാർട്ട്മെന്റിൽ ചെന്ന് കയറാനല്ലേ പറ്റൂ, ആ സ്ത്രീ സങ്കടത്തിൽ പറയുന്നു. ഈ കുട്ടിയെയും കൊണ്ടോ? വേറെ നിവൃത്തിയില്ലല്ലോ. നിങ്ങളുടെ ബാഗ് ഏത് പോകില്ല? എനിക്കറിഞ്ഞൂടാ. ട്രെയിന് നിർത്തുമ്പോൾ പോയി അത് എടുക്കണ്ടേ? അത് പറ്റുന്നു തോന്നുന്നില്ല. അത് കഷ്ടമാണല്ലോ. ഇവിടെ നിന്ന് വർക്കല വരെ മാറാൻ ഡ്രസ്സൊന്നുമില്ലാതെ, ഒരു തോർത്തോ സോപ്പോ കുട്ടിയുടുപ്പോ ഒന്നുമില്ലാതെ നിങ്ങൾ എങ്ങനെ യാത്ര ചെയ്യും? അതും പനി പിടിച്ച ഈ കുഞ്ഞിനെയും കൊണ്ട്
മണ്ണ് നുള്ളിയിട്ട താഴെ വീഴാത്ത ജനറൽ കമ്പാർട്ട്മെന്റിൽ? എനിക്കറിഞ്ഞൂടാ. ആ സ്ത്രീ കൈമലർത്തി. എന്താ പേര്? രമണി. ഡൽഹിയിലെവിടെയാ? ഗുഡ്ഗാവ്. പിന്നീടുള്ള സംഭാഷണങ്ങൾ അങ്ങോട്ട് നോക്കാതിരുന്നിട്ടും വിമൽ ബാബു കാതോർത്തു. കേൾക്കുന്നുണ്ടായിരുന്നു. താൻ ലേഖയുടെ നേർക്ക് നോക്കുന്നത് പ്രസീതയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നിയിട്ടാണ് അയാൾ പലപ്പോഴും ആഗ്രഹിച്ചിട്ടും അവിടേക്ക് നോക്കാതിരുന്നത്. ചുരുക്കത്തിൽ സംഗതി ഇത്രയുമായിരുന്നു. രമണിയും ഭർത്താവും കുട്ടിയും ഗുഡ്ഗാവിൽ ഒരു അപ്പാർട്ട്മെന്റിൽ താമസിക്കുകയാണ്. ഭർത്താവിന് ഏതോ കമ്പനി ജോലിയാണ്. രമണിക്ക് ജോലിയില്ല. അമ്മയ്ക്ക് അസുഖമാണെന്നറിഞ്ഞ് ഭർത്താവ് ഒരാഴ്ച മുമ്പേ കേരളത്തിലേക്ക് പോയി. ഇന്ന് രാവിലെ മെസ്സേജ് വന്നു, അമ്മ മരിച്ചു. കിട്ടിയ വണ്ടിക്ക് ഉടൻ കയറിക്കൊള്ളുക. അതിനാൽ സീറ്റ് റിസർവ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. തേർഡ് AC പറ്റിയൊന്നും രമണിക്ക് വേണ്ടത്ര അറിവില്ല. ടിക്കറ്റ് എടുത്തു, ട്രെയിനിൽ കയറിപ്പറ്റി, അത്രയേ അറിയൂ. പൈസയൊന്നും കയ്യിലില്ലേ? ലേഖ ചോദിക്കുന്നു. എല്ലാം ബാഗിലാ. TTE വന്നപ്പോൾ ഞാൻ ടിക്കറ്റ് കാണിച്ചു. ഉടൻ പറഞ്ഞു റിസർവേഷൻ ഇല്ലാത്തത് കൊണ്ട് ഇറങ്ങണമെന്ന്. എന്നെ വാതിൽക്ക് വരെ തള്ളിക്കൊണ്ടുപോയി. ബാഗ് എടുക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ 2 മിനിറ്റ് തന്നു. അതേത് ബർത്തിലാ വെച്ചതെന്ന് പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ നോക്കി ചെന്നപ്പോഴേക്കും എന്നോട് ഇറങ്ങാൻ പറഞ്ഞു. ട്രെയിൻ വിടാൻ തുടങ്ങുമായിരുന്നു. അതാ സംഭവിച്ചത്. ബോഗിയുടെ നമ്പർ ഓർമ്മയുണ്ടോ? ഇല്ല. ഞാൻ ജനറൽ കമ്പാർട്ട്മെന്റ് നോക്കി. പ്ലാറ്റ്ഫോമിൽ കൂടി കുറേ ഓടി. പിന്നെ നോക്കിയപ്പോൾ ഒന്നും അറിയില്ല. രമണി പറഞ്ഞു നിർത്തി. ഇനി എങ്ങനെ ആ ബാങ്ക് വീടെടുക്കും? രമണിക്ക് മറുപടിയില്ല. TTE പാസേജിലൂടെ വന്നപ്പോൾ ലേഖ വിളിച്ചു. സാർ, ഇവരുടെ ടിക്കറ്റ് തേർഡ് ACയിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? അതിന് സീറ്റൊഴിവ് വേണ്ടേ? സീറ്റൊഴിവില്ലേ സാർ? എനിക്ക് ഈ തലവേദനയൊന്നും പറ്റില്ല. ജാൻസിയിലെത്തുമ്പോൾ എൻ്റെ ഡ്യൂട്ടി തീരും. പകരം വരുന്ന TTEയോട് പറഞ്ഞു നോക്കൂ. TTE പോയി. ലേഖ തിരിഞ്ഞ് മറ്റുള്ളവരെ നോക്കി. ഈ ചേച്ചിയുടെ കുട്ടിക്ക് പനിയാ. അവരുടെ ബാഗ് ഏറെക്കുറെ നഷ്ടപ്പെട്ട പോലെയാ. കയ്യിൽ പൈസയില്ല. നമുക്കെല്ലാവർക്കും കൂടി സഹകരിച്ചാ ഇവരുടെ ടിക്കറ്റ് തേർഡ് ACയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ആരും മിണ്ടുന്നില്ല. അനുകൂല അഭിപ്രായങ്ങളോ ഭാവങ്ങളോ ഒന്നുമില്ല. ലേഖ ഓരോരുത്തരുടെയും മുന്നിൽ കൈനീട്ടി. ഓരോരുത്തരും കഴിയുന്ന പോലെ സഹായിച്ചാൽ മതി. നമ്മുടെ സഹോദരിയാണ് ഇങ്ങനെയൊരു അവസ്ഥയിലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? ആരും കൊടുക്കരുത്. ഇതൊക്കെ ഓരോരോ തട്ടിപ്പുകളാ. പ്രസീത ആരോടെന്നില്ലാതെ പറഞ്ഞു. 2 പേരും ഒത്തുചേർന്നിട്ടുള്ള തട്ടിപ്പാ. ലേഖ തലതിരിച്ച് അവളെ നോക്കി. എന്നിട്ട് വിമൽ ബാബുവിൻ്റെ നേർക്ക് കൈനീട്ടി. നേരെ മുന്നിലിരുന്ന പ്രസീത അയാളെ കണ്ണടച്ചു കാട്ടി. കൊടുക്കരുത്. ട്രെയിനുള്ളിൽ വെച്ച് ഫണ്ട് ശേഖരിക്കാൻ നടത്തുന്ന ശ്രമം അപഹാസ്യമാണെന്ന് അവൾക്ക് പെട്ടെന്ന് തന്നെ ബോധ്യപ്പെട്ടു. ഒരു യാചകിക്ക് കിട്ടുന്ന പരിഗണന പോലും ആരും തരുന്നില്ലെന്ന് കണ്ട് വൈക്ലപ്യത്തോടെ അവൾ ആ ശ്രമം ഉപേക്ഷിച്ചു. പിന്നെ ബാഗ് തുറന്ന് അതിനുള്ളിൽ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിരുന്ന പേഴ്സ് എടുത്തു. അതിനുള്ളിൽ നിന്ന് ഏതാനും 500 രൂപ നോട്ടുകളും 100 രൂപ നോട്ടുകളും എടുത്തു നോക്കി. അത് കയ്യിൽ വെച്ച് ചിന്തിച്ചുകൊണ്ട് അല്പനേരം നിന്നു. കണക്ക് കൂട്ടുകയാണെന്ന് വിമൽ ബാബുവിന് മനസ്സിലായി. അവളുടെ പേഴ്സിന് വലിയ കനമൊന്നുമില്ലെന്ന് വ്യക്തമായിരുന്നു. അവൾ പണം പേഴ്സിനുള്ളിൽ വെച്ചു. പക്ഷേ പേഴ്സ് തിരികെ ബാഗിലേക്ക് വെക്കാതെ കയ്യിൽ തന്നെ പിടിച്ചു. ട്രെയിൻ ഝാൻസിയിലേക്ക് ചെല്ലുകയാണ്. വേഗത കുറഞ്ഞു വന്നു. വിമൽ ബാബു രമണിയെയും കുട്ടിയെയും നോക്കി. അവർ ഇറങ്ങുന്നുണ്ടോ എന്നറിയണം. ട്രെയിൻ നിന്നു. രമണി എഴുന്നേൽക്കാൻ ഭാവിച്ചപ്പോൾ ലേഖ തടഞ്ഞു. അവിടെ ഇരുന്നു, TTE വരട്ടെ. TTE വന്നപ്പോൾ ലേഖ പൈസ പേഴ്സിൽ നിന്നെടുത്ത് നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഇവരുടെ ടിക്കറ്റ് തേർഡ് ACയായി കൺവേർട്ട് ചെയ്ത് തരണേ. എനിക്ക് പറ്റില്ല. എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഈ സ്ത്രീയും കുട്ടിയും ഇറങ്ങിയേ പറ്റൂ. എല്ലാവരുടെയും ശ്രദ്ധ അവരുടെ മേലായി. TTE നിർബന്ധിച്ചപ്പോൾ ലേഖ രമണിയെയും കൂട്ടി വാതിൽക്കലേക്ക് നടന്നു. തിരക്കിനിടയിൽ കൂടി പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി. അങ്ങനെ തന്നെ വേണം. പ്രസീത വിമൽ ബാബുവിനെ നോക്കി തൃപ്തിയോടെ പറഞ്ഞു. ഓരോരോ അഭ്യാസങ്ങൾ. ഝാൻസിയിൽ നിന്നും ട്രെയിൻ നീങ്ങിത്തുടങ്ങി. വിമൽ ബാബു ലേഖയുടെ സീറ്റിലേക്ക് നോക്കി. അത് ഒഴിഞ്ഞുകിടക്കുന്നു. അവളുടെ ബാഗ് ബർത്തിലിരിപ്പുണ്ട്. പലതരം സംശയങ്ങൾ അയാളെ അലട്ടി. രമണിക്ക് ജനറൽ കമ്പാർട്ട്മെന്റ് പിടിച്ചു കൊടുക്കാൻ പോയിട്ട് അവൾക്ക് ട്രെയിൻ കയറിപ്പറ്റാൻ കഴിയാതെ വന്നതാണോ? ഇരുട്ടത്ത് തിടുക്കപ്പെട്ട് അവൾ മറ്റേതെങ്കിലും ബോഗിയിൽ കയറിപ്പറ്റിയിട്ടുണ്ടോ? അങ്ങനെ ആലോചിച്ചിരിക്കവേ ലേഖ പാസേജിലൂടെ വരുന്നത് അയാൾ കണ്ടു. പിന്നിൽ രമണിയും അവരുടെ തോളത്ത് ഉറങ്ങുന്ന കുട്ടിയും.
ലേഖ രമണിയെ തൻ്റെ സീറ്റിൽ തന്നെ ഇരുത്തി. രമണിയെയും കുട്ടിയെയും കണ്ടതും ആളുകൾ അതൃപ്തിയോടെ കുശൂഷിക്കാൻ തുടങ്ങി. ഡ്യൂട്ടി മാറിയ ശേഷമുള്ള TTE വന്നപ്പോൾ ലേഖ രമണിയുടെ ടിക്കറ്റ് കാണിച്ച് തേർഡ് AC കൺവേർട്ട് ചെയ്തു തരുമോ എന്നാരാഞ്ഞു. ഇവിടെ കൊടുക്കരുത്, ആ സ്ത്രീ ഡൽഹി മുതൽ ഇതിനകത്ത് കയറി പറ്റിയതാ, പ്രസീത TTEയോട് പരാതിപ്പെട്ടു. അവരെ കൊണ്ട് വലിയ ശല്യമാ, ആ കുട്ടി ഇവിടെ എല്ലാം ഛർദ്ദിച്ചു. നിങ്ങൾ സീറ്റിൽ നിന്ന് എഴുന്നേക്ക്, TTE രമണിയോട് ആവശ്യപ്പെട്ടു. അതെന്റെ സീറ്റാണ് സാർ. ലേഖ തന്റെ ഉടമസ്ഥാവകാശം വെളിപ്പെടുത്തി. നിങ്ങളുടെ സീറ്റാണെങ്കിൽ നിങ്ങൾ ഇരിക്കണം അവിടെ, 35 വയസ്സ് പ്രായം തോന്നിക്കുന്ന പ്രൗഢയായ വനിത പറഞ്ഞു. അവർ വിമൽ ബാബു ഇരിക്കുന്ന ബെഞ്ച് സീറ്റിന്റെ മധ്യഭാഗത്താണ് ഇരുന്നത്. ഒരാൾ ബുക്ക് ചെയ്തിരിക്കുന്ന സീറ്റിൽ വേറൊരാൾ ഇരിക്കാൻ നിയമമില്ല, അവർ കൂട്ടിച്ചേർത്തു. അല്ലെങ്കിൽ തന്നെ ടിക്കറ്റ് കൺവേർട്ട് ചെയ്യാൻ സീറ്റൊഴിവില്ല, TTE പറഞ്ഞു. അയാൾ രമണിയെ സീറ്റിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. ആരുടെയെങ്കിലും സീറ്റ് റിസർവേഷൻ ക്യാൻസലായാൽ മാത്രമേ സീറ്റൊഴിവ് വരൂ. ലേഖ 2 നിമിഷം ആലോചിച്ചു. ശരി, എൻ്റെ റിസർവേഷൻ ക്യാൻസൽ ചെയ്തോളൂ, ഞാൻ ഭോപ്പാലിൽ ഇറങ്ങിക്കോളാം. എന്നിട്ട് നിങ്ങൾ എന്തു ചെയ്യും? ഞാൻ എവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് കയറും. TTE ലേഖയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് നിമിഷങ്ങളോളം നിന്നു. ലേഖയുടെ മുഖത്ത് ഏത് പ്രതിസന്ധിയെയും ഏത് പ്രതിരോധത്തെയും തകർക്കുന്ന ഒരു പുഞ്ചിരി ദൃശ്യമായി. അവളുടെ മുഖത്തിനും ആ പുഞ്ചിരിക്കും അനാദൃശ്യമായൊരു മനോഹാരിതയുണ്ടെന്ന് ഇപ്പോൾ വിമൽ ബാബുവിന് തോന്നി. വാ വാ, എഴുന്നേറ്റ് വാ, ഇതങ്ങനെ വിടാൻ പറ്റില്ല. TTE ലേഖയെയും രമണിയെയും എഴുന്നേൽപ്പിച്ച് പാസേജിലൂടെ വാതിൽക്കലേക്ക് കൊണ്ടുപോയി. ലേഖ TTEയോട് വാദിക്കുകയായിരുന്നു. സാർ, ഈ കുട്ടിക്ക് 103 ഡിഗ്രി പനിയുണ്ട്. ഇവരുടെ ബാഗ് ഏതോ സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ നഷ്ടപ്പെട്ടു. ഇവരുടെ കയ്യിൽ പൈസയില്ല, ഒരു തൂവാല പോലുമില്ല. നിങ്ങളാരാ ഇവരുടെ? ഞാൻ ആരുമല്ല, ഇതിനകത്ത് വെച്ചാ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇവരുടെ അമ്മ മരിച്ചുപോയി, അതറിഞ്ഞിട്ട് ഓടി വന്ന് ട്രെയിനിൽ കയറിയതാ സാർ. റിസർവ് ചെയ്യാനൊന്നും ഇവർക്ക് സമയം കിട്ടിയില്ല. TTE മിണ്ടാതിരിക്കുകയാണ്. അയാൾ വിമൽ ബാബുവിനെ നോക്കി. വിമൽ ബാബു മുഖം കഴുകിയെന്ന് വരുത്തി തിരികെ പോന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ രമണി കുട്ടിയെയും തോളത്തിട്ട് ലേഖയുടെ സീറ്റിൽ വന്ന് പരുങ്ങലോടെയിരുന്നു. എന്താണ് സംഭവമെന്ന് ആർക്കും മനസ്സിലായില്ല. ബിനായിലെത്തുമ്പോൾ ഇറക്കി വിടുമായിരിക്കും, പ്രസീത പിറുപിറുത്തു. ലേഖയെ പിന്നീട് അങ്ങോട്ട് കണ്ടതേയില്ല. അടുത്ത സ്റ്റേഷനിൽ എത്തിയപ്പോൾ വിമൽ ബാബു എഴുന്നേറ്റ് പോയി നോക്കി. ബോഗിയിലെങ്ങും ലേഖയെ കാണാനില്ല. TTE അയാളുടെ സീറ്റിലിരിപ്പുണ്ട്. ലേഖ എവിടെ പോയി? വിമൽ ബാബു തിരികെ വന്ന് രമണിയെ നോക്കി. പക്ഷേ ചോദിക്കാൻ അയാൾക്ക് ധൈര്യം വന്നില്ല. ടിക്കറ്റ് എടുക്കാൻ ലേഖ ഒരു സംഭാവന ചോദിച്ചപ്പോൾ കൊടുക്കാതിരുന്നതിൻ്റെ ജാള്യം മാറിയിട്ടില്ല. ട്രെയിൻ നീങ്ങി തുടങ്ങിയപ്പോൾ പ്രസീത അയാളോട് പറഞ്ഞു, TTE അവളെ ഇറക്കി വിട്ടിട്ടുണ്ടാവും, എന്നിട്ട് പകരം ഇവൾക്ക് സീറ്റ് വെച്ചുമാറി. അങ്ങനെ വെച്ചുമാറാൻ പാടില്ലാത്തതാണ്, നമുക്ക് വേണമെങ്കിൽ കംപ്ലൈൻറ്റ് ചെയ്യാവുന്നതേയുള്ളൂ. വിമൽ ബാബുവിൻ്റെ വലതുഭാഗത്തിരുന്ന പ്രൗഢയായ വനിത പറഞ്ഞു. പക്ഷേ അതിന് വേണ്ടത്ര പിന്തുണ ലഭിച്ചില്ല. അത്താഴം കഴിഞ്ഞ് പലരും കിടക്കാനുള്ള സൗകര്യങ്ങളിലേക്ക് കടന്നു തുടങ്ങി. എനിക്ക് അപ്പർ ബർത്താണ് കിട്ടിയത്, പക്ഷേ എനിക്ക് മുകളിൽ കിടക്കാൻ പേടിയാണ്. ഞാൻ താഴെ കിടന്നോട്ടെ? പ്രസീത ഒരു മടിയും കൂടാതെ തൊട്ടടുത്തിരിക്കുന്ന മധ്യവയസ്കനോട് ചോദിക്കുന്നത് കേട്ട് വിമൽ ബാബു വിസ്മയം പൂണ്ടു. മുകളിൽ കിടന്ന എനിക്ക് ശ്വാസം മുട്ടലുണ്ടാകും, അവൾ കൂട്ടിച്ചേർത്തു. വിൻഡോ സീറ്റ് അവൾ കൈയടക്കിയതുപോലെ തന്നെ ബർത്തും അവൾ പിടിച്ചെടുക്കുമെന്ന് വിമൽ ബാബു ഉറപ്പിച്ചു. തടിയൻ മധ്യവയസ്കന്റെ പ്രതിരോധം അത്രയ്ക്കും ദുർബലമായിരുന്നു. അയാൾ ചെറുതായൊന്ന് തലയണിക്കിയപ്പോഴേക്കും അവൾ താങ്ക് യു പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് എത്രയും വേഗം കിടക്കാൻ വട്ടം കുട്ടി. ട്രെയിൻ ഭോപ്പാലിലെത്തി നിന്നു. വിമൽ ബാബു എഴുന്നേറ്റ് ബോഗിയിലൂടെ ഒന്ന് നടന്നു. ചിലരൊക്കെ കിടന്നു കഴിഞ്ഞു, ചിലർ അത്താഴം കഴിക്കുന്നു. ലേഖയെ മാത്രം അവിടൊന്നും കണ്ടില്ല. ട്രെയിൻ ഭോപ്പാലിൽ നിന്ന് പുറപ്പെട്ട് അല്പം കഴിഞ്ഞപ്പോൾ ലേഖ പാസേജിൽ പ്രത്യക്ഷപ്പെട്ടു. അവൾ രമണിക്കുള്ള ഭക്ഷണപ്പൊതി വാങ്ങിക്കൊണ്ട് വന്നിരിക്കുകയാണ്. ഭോപ്പാലിൽ എത്തുന്നവരെ ഞാൻ കുറേ സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെന്റുകളിൽ കയറിയിറങ്ങി. ചേച്ചി പറഞ്ഞ തരത്തിലുള്ള ഒരു ബാഗ് ഒരിടത്തും കണ്ടില്ല, അവൾ രമണിയോട് പറഞ്ഞു. വിമൽ ബാബു അടക്കം മിക്കവരും കിടന്നു കഴിഞ്ഞിരുന്നു. എനിക്ക് ഒന്ന് വേണ്ടായിരുന്നു, രമണി അവളോട് പറഞ്ഞെങ്കിലും ഭക്ഷണപ്പതി തുറന്നു വെച്ച് ലേഖ അവളെ കൊണ്ട് കഴിപ്പിച്ചു. കുട്ടിക്ക് കൊടുക്കാൻ ബണ്ണും ചൂടുവെള്ളവും. അവരുടെ അത്താഴം പെട്ടെന്ന് കഴിഞ്ഞു. ഇവിടെ തന്നെ കിടന്നോ,
കുട്ടിക്ക് സിറപ്പും ഗുളികയും കൊടുത്ത ശേഷം ലേഖ അവരുടെ സീറ്റിന് മീതെയുള്ള അപ്പർ ബർത്ത് ശരിയാക്കി കുട്ടിയെയും രമണിയെയും അവിടെ കിടത്തി. ലേഖയുടെ എതിർവശത്തെ സീറ്റിലുണ്ടായിരുന്ന സ്ത്രീ താഴത്തെ ബർത്തിൽ കിടന്നു. ലേഖ കിടക്കാനിടമില്ലാതെ അങ്ങിങ്ങ് നോക്കി. ലോവർ ബർത്തിൽ വിമൽ ബാബുവും പ്രസീതയുമാണ്. പ്രസീതയുടെ ബർത്തിന്റെ മൂലയിൽ ഇരുന്നില്ല എന്ന മട്ടിൽ ലേഖ ഇരിക്കുമ്പോഴേക്കും ഭർസനം മുഴങ്ങി. എണീറ്റ് പോ എന്റെ ബർത്തിന്ന്, മറ്റുള്ളവരെ ശല്യപ്പെടുത്തിയേ അടങ്ങൂ എന്ന് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണോ? മറ്റൊരാൾ സൗമന്യസത്തോടെ വിട്ടുകൊടുത്ത ലോവർ ബർത്തിൽ കിടന്നുകൊണ്ട് പ്രസീത ചീറുകയാണ്. ചവിട്ടി കിട്ടിയതുപോലെ ലേഖ ഞെട്ടി എഴുന്നേറ്റു. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പാസേജിലൂടെ നടന്നുപോയി. അവൾ വാതിലിന്റെ ഭാഗത്തേക്കാണ് പോയതെന്ന് വിമൽ ബാബുവിന് മനസ്സിലായി. തന്റെ ബർത്തിന്റെ അരികിലിരുന്നോളൂ എന്ന് അയാൾക്ക് ലേഖയോട് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ പ്രസീതയ്ക്ക് അനിഷ്ടം തോന്നിയെങ്കിലോ എന്ന് കരുതി അയാൾ അതിന് ധൈര്യപ്പെട്ടില്ല. ഇപ്പോഴും അയാളുടെ കണ്ണിൽ പ്രസീത സുന്ദരി തന്നെയായിരുന്നു. രാവിലെ 11:30 ട്രെയിൻ വാരങ്കൽ എത്തിയപ്പോൾ തന്നെ ലേഖ ബോഗിയിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. അതിനും കുറെ മുമ്പ് അവൾ ഒരു കുട്ടിയെടുപ്പ് കിട്ടുമോ എന്ന് തിരക്കി ബോഗിയിലൂടെ നടന്നതിന് വിമൽ ബാബു ദൃക്സാക്ഷിയായിരുന്നു. രാവിലെ 8 മണി ആയപ്പോഴേക്കും കുട്ടിയുടെ പനി കുറഞ്ഞ് അവന്റെ ശരീരം നന്നേ വിയർത്തിരുന്നു. 10 മണിക്ക് രാമകുണ്ടത്ത് വണ്ടി നിർത്തിയപ്പോൾ ലേഖ അവന് ഇഡ്ഡലിയും പരിപ്പുകറിയും വാങ്ങിക്കൊടുത്തു. വിശന്ന് വലഞ്ഞ് ആർത്തി മൂത്ത് അവൻ 3 ഇഡ്ഡലി കഴിച്ചു കഴിഞ്ഞപ്പോൾ ലേഖ വിലക്കി. മതി, ഇനി കുറെ കഴിഞ്ഞിട്ട്. ഇഡ്ഡലി കഴിക്കുമ്പോൾ കറി വീണ് അവന്റെ ട്രൗസറും ഷർട്ടും വൃത്തികേടായി. അവന് മാറി ധരിക്കാൻ വേറൊന്നുമില്ല. ലേഖ കമ്പാർട്ട്മെന്റിലുടനീളം നടന്നിട്ടും കുട്ടികളും അമ്മമാരും ധാരാളം ഉണ്ടായിരുന്നിട്ടും ആരും ഒരു ജോഡി ട്രൗസറോ ബനിയനോ കൊടുക്കാൻ തയ്യാറായില്ല. അവന്റെ ഷർട്ടും ട്രൗസറും കഴുകിയിട്ട ശേഷം ഒരു ടവ്വല് പുതപ്പിച്ചിരുത്തിരിക്കുകയാണ് രമണി. ലേഖ വാറങ്കലിൽ ഇറങ്ങി. രമണിയുടെ ബാഗ് തിരിയാൻ വേണ്ടി സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെന്റിലേക്ക് കയറിപ്പോയതിനു ശേഷം ഇതേവരെ തിരികെ എത്തിയിട്ടില്ല. വിമൽ ബാബു ഇടയ്ക്ക് എപ്പോഴോ നോക്കുമ്പോൾ ശൈലജ മേനോൻ ശ്വാസമെടുക്കാൻ ക്ലേശിക്കുകയാണ്. തൊട്ടരികിലിരിക്കുന്ന മകന്റെ മുഖത്ത് പരിഭ്രമം. ശ്വാസം മുട്ടലുണ്ടോ? വിമൽ ബാബു തിരക്കി. ഉവ്വെന്ന് അവർ തലയാട്ടി. ചോദിച്ചറിഞ്ഞു വന്നപ്പോൾ ശൈലജ മേനോൻ ആസ്മ രോഗിയാണ്. മകൻ ബാഗിൽ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മരുന്നു കാണാനില്ല. സമയം കടന്നു പോകുന്തോറും അവരുടെ ശ്വാസം മുട്ടൽ വർദ്ധിച്ചു വന്നു. അവർ ശ്വാസമെടുക്കുന്നത് കണ്ടിട്ട് തനിക്കും ശ്വാസമുട്ടലുണ്ടെന്ന് വിമൽ ബാബുവിന് തോന്നിപ്പോയി. ഇതേ ബോഗിയിൽ ഡോക്ടറുണ്ടെന്ന് പറഞ്ഞ് ആരോ ഒരാളെ വിളിച്ചുകൊണ്ടുവന്നു. ഡോക്ടർക്ക് പരിശോധിക്കാനും രോഗലക്ഷണം പറയാനും മാത്രമേ കഴിഞ്ഞുള്ളൂ. ഒരു പക്ഷേ ലേഖയുണ്ടായിരുന്നെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞേനെ എന്ന് വിമൽ ബാബുവിന് തോന്നിപ്പോയി. ശൈലജ മേനോൻ കിടക്കുകയും ഇരിക്കുകയും എഴുന്നേറ്റ് നടക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇനി വിജയവാഡയിലാണ് ട്രെയിൻ നിർത്തുന്നത്. അവിടം വരെ ശൈലജ മേനോൻ എത്തുമെന്ന് ശ്വാസത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രാണവിപ്രാളം കണ്ട ആർക്കും തോന്നിയില്ല. ആസ്മ കൂടെ കൂടെ വരുന്നുണ്ടോ? എന്തുകൊണ്ട് മരുന്ന് കയ്യിൽ കരുതിയില്ല? ഒരു ദീർഘയാത്ര പുറപ്പെടുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണ്ടേ എന്ന ചോദ്യങ്ങൾക്കൊന്നും പ്രാണവായുവിന് വേണ്ടിയുള്ള അവരുടെ പരാക്രമത്തിന് മുന്നിൽ ഒരു പ്രസക്തിയുമില്ലെന്ന് വിമൽ ബാബു തിരിച്ചറിഞ്ഞു. അപ്പോഴാണ് ഓർക്കാപ്പുറത്ത് ലേഖ പ്രത്യക്ഷപ്പെട്ടത്. അവൾ തീവണ്ടി പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ എതിർദിശയിലെ ചില കോച്ചുകളിൽ രമണിയുടെ ബാഗിന് വേണ്ടി തിരച്ചിൽ നടത്തിയ ശേഷം തിരികെ എത്തുകയായിരുന്നു. അവളുടെ കയ്യിൽ 2 കുട്ടിയുടുപ്പുകളുണ്ട്. ലേഖയെ കണ്ടതും എന്തുകൊണ്ടോ എല്ലാവരും അവസാനത്തെ പ്രതീക്ഷ എന്ന പോലെ അവളെ നോക്കി. അങ്ങനെ തോന്നാൻ തക്കവണ്ണം യാതൊരു സൗഹൃദവും അവൾക്കും മറ്റുള്ളവർക്കും ഇടയിലുണ്ടായിരുന്നില്ല എന്നത് വിരോധാഭാസം. സംഗതി മനസ്സിലായ ഉടൻ ലേഖ അവളുടെ ബാഗിലെ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ നിന്ന് ഇൻഹേലർ എടുത്തിട്ട് ശൈലജ മേനോന്റെ മകനോട് ചോദിച്ചു. ഇൻഹേലർ ഉപയോഗിക്കുമല്ലോ അല്ലേ? ഉവ്. അവൻ അമ്മയേക്കാൾ ശ്വാസം മുട്ടലോടെ അവളെ നോക്കി. ലേഖ ഇൻഹേലർ ശൈലജ മേനോന്റെ ചുണ്ടുകൾക്കിടയിലേക്ക് തിരികി. സകല ആളുകളും മറ്റിരിപ്പിടങ്ങളിൽ നിന്ന് ചിലർ എണീറ്റ് വന്നു നിന്നും ശൈലജ മേനോനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഉവ്, അവർക്ക് ശ്വാസം കിട്ടിത്തുടങ്ങിയിരിക്കുന്നു. വീർത്തു വീർത്തു പൊട്ടാറായ അവരുടെ കണ്ണും കവിൾത്തങ്ങളും ചുരുങ്ങിത്തുടങ്ങുന്നു. മാറ്റം അത്ഭുതാവഹമായിരുന്നു. പ്രാണൻ വീണ് കിട്ടിയ ശേഷം ശൈലജ മേനോൻ ലേഖയെ നോക്കിയപ്പോൾ അവരുടെ കണ്ണുകൾ പശ്ചാത്താപ വിവശമായിരുന്നു.
ശൈലജ മേനോൻ ഇൻഹേലർ തിരിച്ചു കൊടുക്കാൻ ഭാവിച്ചപ്പോൾ ചെറിയൊരു പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു, അത് വെച്ചോളൂ, ഇനിയും ആവശ്യം വന്നെങ്കിലോ. അവൾ വീണ്ടും പ്രസീത ഇരുന്ന ബെഞ്ച് സീറ്റിന്റെ മറ്റേയറ്റത്തിരുന്നു. പെട്ടെന്ന് അവർ 3 പേർ ചേർന്ന് അവൾക്കിരിക്കാൻ സ്ഥലമുണ്ടാക്കി. ഇന്നലെ രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നിട്ടും അവൾക്ക് ഇന്നലത്തേക്കാൾ സൗന്ദര്യം വർദ്ധിച്ചിട്ടുണ്ടെന്ന് വിമൽ ബാബുവിന് തോന്നി. അവളുടെ അടുത്തിരുന്ന സ്ത്രീ തിരക്കി, നിങ്ങൾക്കും ആസ്മയുടെ ശല്യമുണ്ടാവാറുണ്ട് അല്ലേ? എനിക്ക് ആസ്മയില്ല, അവൾ പറഞ്ഞു. പിന്നെ ഈ ഇൻഹേലർ എന്തിന് കയ്യിൽ കരുതി? ഞാനൊരു നേഴ്സാണ്. ഡൽഹിയിൽ നിന്ന് കേരളം വരെയുള്ള യാത്രയല്ലേ. 100 കണക്കിന് ആളുകളില്ലേ ഓരോ കോച്ചിലും. പ്രായമായവരുണ്ട്, കുട്ടികളുണ്ട്, ഗർഭിണികളുണ്ട്, രോഗികളുണ്ട്. യാത്രക്കിടയിൽ ആർക്കെങ്കിലും പെട്ടെന്നൊരു അസുഖം വന്നാൽ എന്തു ചെയ്യും? ഒരിക്കൽ ഇതുപോലെ വിജയവാഡയ്ക്കും നെല്ലൂരിനും ഇടയിൽ ശ്വാസം മുട്ടൽ കാരണം ഒരാൾ മരിച്ചു. എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനുശേഷം ദൂരയാത്ര ചെയ്യുമ്പോഴെല്ലാം ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഞാൻ ബാഗിൽ കരുതാറുണ്ട്. ആരും പിന്നെ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ അവളേക്കാൾ സൗന്ദര്യമുള്ളവളായി ഈ തീവണ്ടിയിൽ തന്നെ ആരും ഉണ്ടാവാൻ വഴിയില്ലെന്ന് വിമൽ ബാബുവിന് തോന്നി. അവൾ സെക്കൻഡ് ക്ലാസ് ബോഗിയിൽ നിന്ന് ആരോടെ ഇരുന്ന് വാങ്ങിയ കുട്ടിയുടുപ്പുകളിൽ ഒരെണ്ണം രമണിയുടെ കുട്ടിയെ ഇടിവയ്ക്കുകയാണ്. ഇടയ്ക്ക് അവനെ കൊഞ്ചിക്കുന്നുമുണ്ട്. അവൻ ഇന്നലത്തേക്കാൾ ഉഷാറായി കഴിഞ്ഞു. കുപ്പായമിട്ട ശേഷം അവൻ നിലത്തിറങ്ങി നടക്കാനും തുടങ്ങി. ബാഗ് കണ്ടെടുക്കാൻ കഴിഞ്ഞില്ലെന്ന് ലേഖ രമണിയോട് പറഞ്ഞു. തൽക്കാലത്തേക്കൊന്ന് മേൽകഴുകി മാറി ധരിക്കാനായി അവൾ ബാഗിൽ നിന്ന് തന്റെ ഒരു ജോഡി വസ്ത്രങ്ങളെടുത്ത് രമണിക്ക് കൊടുത്തു. രമണിയുടെ കുട്ടിക്ക് വേണ്ടി അവൾ വസ്ത്രം ചോദിച്ചപ്പോഴും രമണിയുടെ ടിക്കറ്റ് തേർഡ് എസിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പണത്തിന് വേണ്ടി അവൾ കൈനീട്ടിയപ്പോഴും സഹായിക്കാൻ കഴിയാത്തതിൽ തനിക്കുള്ളതുപോലെ ഒരു ജാള്യത ഈ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടായിരിക്കുമെന്ന് വിമൽ ബാബു ആശ്വസിക്കാൻ ശ്രമിച്ചു. വിജയവാഡയിൽ പുറത്തിറങ്ങി പ്ലാറ്റ്ഫോമിൽ നിന്ന് ജ്യൂസ് പാക്കറ്റുകൾ വാങ്ങിക്കൊണ്ട് വന്നപ്പോഴേ വിമൽ ബാബു പ്രസീത പത്മയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തതാണ്. പ്ലാറ്റ്ഫോമിൽ കിട്ടുന്നതൊന്നും വാങ്ങിക്കഴിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന്. ഇത് ഫ്രൂട്ട് ജ്യൂസാണ്, എയർ ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്തത്, പ്രസീത പറഞ്ഞു. അതിന്റെ പഴക്കമൊന്നും നമുക്ക് വിശ്വസിക്കാൻ വയ്യ. വ്യാജ സാധനങ്ങളും ഉണ്ടാവും. ഉപേക്ഷിക്കപ്പെട്ട പാക്കറ്റ് ശേഖരിച്ച് അതിൽ ജ്യൂസ് നിറച്ച് എയർ ടൈറ്റ് ആണെന്ന് തോന്നത്തക്ക വിധം പാക്ക് ചെയ്ത് വിൽക്കുന്നവരും ഉണ്ടാകും. ഇത് ശരിക്കും ബ്രാൻഡഡ് ജ്യൂസ് തന്നെയാ. ആപ്പിൾ ജ്യൂസും മുന്തിരി ജ്യൂസും മാംഗോ ജ്യൂസും അവൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കിതിനുള്ളിലെ ഫുഡ് മടുത്തു. ഞാൻ ഉച്ചയ്ക്ക് മീൽസ് കഴിച്ചില്ല. അതിൻ്റെ മണമടിക്കാൻ പോലും വയ്യ. അവൾ ആപ്പിൾ ജ്യൂസ് കുടിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് കുഴപ്പമില്ല, നല്ല ഫ്രഷ് ജ്യൂസാണ്. വിജയവാഡയിൽ നിന്ന് നിർത്തലില്ലാതെ മണിക്കൂറുകളോളം നീണ്ട യാത്രക്കിടയിൽ അവൾ ആ 3 ജ്യൂസ് പാക്കറ്റുകളും കാലിയാക്കി വേസ്റ്റ് ബാഗിലിട്ടു. രമണിയുടെ കുട്ടി ആരോ കൊടുത്ത ഉടുപ്പുകളുമിട്ട് ഉഷാറായി പാസേജിലൂടെ ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു. നെല്ലൂരും ഗൂഡൂരും രേണിഗുണ്ടയും കടന്ന് ട്രെയിൻ ഓടിക്കൊണ്ടിരുന്നു. രാത്രി ഭക്ഷണം കഴിച്ച് വിമൽ ബാബു കിടന്നു. പ്രസീത പത്മ ഇതിനിടയിൽ 3-4 തവണ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് പോയി. തിരിച്ചെത്തുമ്പോഴെല്ലാം പോയതിനേക്കാൾ വാടിയിരുന്നു അവളുടെ മുഖം. എന്തുപറ്റി? വിമൽ ബാബു തിരക്കി. ഒന്നുമില്ല. മിഡിൽ ബർത്ത് നിവർത്തിയിട്ടതിനാൽ അവൾക്ക് ഇരിക്കാൻ വയ്യ. അവൾ അസ്വസ്ഥയാണെന്ന് വിമൽ ബാബുവിന് മനസ്സിലായി. കൂടുതൽ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാത്തതിനാൽ അയാൾ മിണ്ടാതെ കിടന്നു. രമണിക്ക് ഇതിനകം എവിടെയോ ബർത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ രാത്രി മുഴുവൻ ഉറക്കമിളച്ചതിനാൽ ലേഖ നേരത്തെ കിടന്നു. കടന്നു പോകുന്ന സ്റ്റേഷനുകളിലെ വെളിച്ചം അവളുടെ മുഖത്തുകൂടി പാഞ്ഞു പോകുന്നതും നോക്കി വിമൽ ബാബു ഉറക്കം വരാതെ കിടന്നു. തൊട്ടപ്പുറത്ത് പ്രസീത പത്മ ഇടതുവശത്തേക്ക് തിരിഞ്ഞുകിടക്കുന്നു. അല്പം കഴിഞ്ഞ് വലതുവശത്തേക്ക് തിരിഞ്ഞുകിടക്കുന്നു. കമിഴ്ന്നു കിടക്കുന്നു. എഴുന്നേറ്റ് ജനാലയിലേക്ക് തലയണ ചാരി വെച്ച് കിടക്കുന്നു. തിരുപ്പതി കഴിഞ്ഞോ? അവൾ വിമൽ ബാബുവിനോട് തിരക്കി. കഴിഞ്ഞു. ക്ഷീണിച്ചൊരു മൂളൽ. എന്തുപറ്റി? വിമൽ ബാബു വീണ്ടും ചോദിച്ചു. ഒന്നുമില്ല. രാത്രിയിലെ ഭക്ഷണം ശരിയായില്ലെന്ന് തോന്നുന്നു. എന്താ കഴിച്ചത്? ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും. ട്രെയിനിലെ ഫുഡല്ലേ, പുറമേ നിന്നുള്ളല്ലോ. അല്ല. ഇനി ആ ജ്യൂസിന്റെ കുഴപ്പമാണോ എന്ന് സംശയമുണ്ട്. ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ വിശ്വസിച്ച് കഴിക്കാൻ പറ്റിയതല്ലെന്ന്. അതിന് മറുപടി ഉണ്ടായില്ല. പിന്നെയും അവൾ എഴുന്നേറ്റ് പാസേജിലൂടെ നടന്നുപോയി. രാത്രിയിൽ ഇത് പലതവണ ആവർത്തിച്ചു. വിമൽ ബാബുവിന് കാര്യം മനസ്സിലായി. അവൾ
ടോയ്ലറ്റിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ജ്യൂസ് അല്ലെങ്കിൽ ചില്ലി ചിക്കൻ അവൾക്ക് മതിയായ പണി കൊടുത്തു എന്ന് വേണം കരുതാൻ. വിമൽ ബാബു എപ്പോഴേ ഉറങ്ങിപ്പോയി. രാവിലെ ആരോ ഓക്കാനിക്കുന്നത് പോലൊരു ശബ്ദം കേട്ടാണ് അയാൾ ഉണർന്നത്. എഴുന്നേറ്റ് നോക്കിയപ്പോൾ പ്രസീത ലേഖയുടെ ദേഹത്തേക്ക് ചാരിയിരിക്കുകയാണ്. അവൾ ഛർദ്ദിച്ചിട്ട് കൈത്തണ്ടയിലും ചുരിദാറിലും വീണ അവശിഷ്ടങ്ങൾ ലേഖ തുടച്ചു മാറ്റുന്നുണ്ട്. മറ്റുള്ളവർ കുറച്ചകന്നു മാറിയിരിക്കുന്നു. സാരമില്ല, ഡീഹൈഡ്രേഷൻ്റെയാ. ലേഖ അവളുടെ പുറത്ത് തലോടി ആശ്വസിപ്പിച്ചു. പ്രസീതയെ അവൾ ജനാലയിലേക്ക് ചാരിയിരുത്തി മടിയിൽ ഒരു തലയണ വെച്ചു കൊടുത്തു. പ്രസീതയുടെ തളർന്ന കൈത്തണ്ടകൾ എടുത്ത് അതിനു മീതെ വെച്ചു. കാലുകൾ നീട്ടി വയ്ക്കാൻ വേണ്ടി മറ്റുള്ളവരോട് ഒതുങ്ങിയിരിക്കാൻ അഭ്യർത്ഥിച്ചു. പ്രസീതയുടെ മുഖവും കഴുത്തും കൈത്തണ്ടയും മറ്റൊരു ടവൽ കൊണ്ട് തുടച്ചു. അതിൻ്റെ ശേഷം ബാഗ് തുറന്ന് തിളപ്പിച്ചാറിയ വെള്ളമെടുത്ത് കുപ്പിയിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. അതിൽ ഒരു വെളുത്ത പൊടി കലക്കി. അത് പ്രസീതയ്ക്ക് കുടിക്കാൻ കൊടുത്തു. ഒരു ടാബ്ലറ്റും വായിലിട്ട് കൊടുത്തു. സാരമില്ല, ശരിയായിക്കോളും. എന്നെ വിളിക്കണ്ടേ? ഞാൻ അറിഞ്ഞില്ല, ഉറങ്ങിപ്പോയി. അവൾ മറ്റുള്ളവരോട് പരിഭവിച്ചു. നിങ്ങളിൽ ആർക്കും തോന്നിയില്ലല്ലോ എന്നെ ഒന്ന് വിളിക്കാൻ. ഞാനാ വിളിച്ചത്. ശൈലജ മേനോൻ ലേഖയെ ഓർമ്മിപ്പിച്ചു. ട്രെയിൻ പാലക്കാട് സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. വിമൽ ബാബു പ്രസീതയെ നോക്കി. ഒറ്റ ദിവസം കൊണ്ട് വാടിക്കരിഞ്ഞു പോയിരിക്കുന്നു. ചുണ്ടുകൾ വിളർത്ത് നിലച്ചു. കൺതടങ്ങൾ കരുവാളിച്ചു. കവിൾത്തടങ്ങളിൽ നിഴൽ വീണു. രാത്രി മുഴുവൻ ഇടതടവില്ലാതെ അവൾ ടോയ്ലറ്റിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശൈലജ മേനോൻ എതിർവശത്തിരുന്ന സ്ത്രീയോട് പറഞ്ഞു. വിമൽ ബാബു വീണ്ടും പ്രസീതയെ നോക്കി. അവൾക്ക് ഒട്ടും സൗന്ദര്യമില്ലെന്ന് അയാൾക്ക് തോന്നി. 3 ദിവസത്തെ യാത്രക്കിടയിൽ കുറേശ്ശെ എല്ലാം വാർന്നു പോയിരിക്കുന്നു. ട്രെയിൻ പാലക്കാട് സ്റ്റേഷൻ വിട്ട് ഓടിത്തുടങ്ങി. അയാൾ തല തിരിച്ച് ലേഖയെ നോക്കി. അവൾ പ്രസന്നവതിയാണ്. രമണിയുടെ കുട്ടിയുമായി ഒളിച്ചു കളിക്കുന്ന അവളുടെ മുഖം ഒരാട്ടിൻകുട്ടിയേതുപോലെ ശാന്തവും നിർമ്മലവുമാണെന്ന് അയാൾ കണ്ടു. ആട്ടിൻകുട്ടികൾ ഏത് നിറത്തിലുള്ളതും ഓമനത്തമുള്ളവ തന്നെ. അയാൾക്ക് അവളിൽ നിന്ന് കണ്ണെടുക്കാൻ മനസ്സ് വന്നില്ല. അങ്ങനെ നോക്കിയിരിക്കെ സൗന്ദര്യമല്ലാതെ മറ്റൊന്നും അവളില്ലെന്ന് അയാൾക്ക് തോന്നി. അവളുടെ കവിളിനെയും ചെവിയെയും തൊട്ടൊരുമുന്ന ഓരോ മുടിയിഴകൾക്ക് പോലുമുണ്ട് ഭംഗി. ട്രെയിൻ എറണാകുളം വിട്ടപ്പോൾ പ്രസീത എഴുന്നേറ്റു. അവൾ ക്ഷീണിതയായിരുന്നു. അവളുടെ ലഗേജ് എടുക്കാൻ ലേഖ സഹായിച്ചു. ബാഗ് ഒരെണ്ണം ലേഖ തന്നെ ചുമലിലേറ്റി. മറ്റൊരു ട്രോളി ബാഗ് വലിച്ചുകൊണ്ട് പ്രസീതയെയും കൂട്ടി അവൾ വാതിൽക്കലേക്ക് പോയി. പ്ലാറ്റ്ഫോമിൽ പ്രസീതയുടെ ബന്ധുക്കൾ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവളെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ച ശേഷം ലേഖ തിരികെ ഓടി വന്ന് ട്രെയിനിൽ കയറി. വിമൽ ബാബു പ്രസീത ഇരുന്ന സീറ്റിലേക്ക് നോക്കി. അത് ശൂന്യമാണ്. എന്നിട്ടും അയാൾക്കിപ്പോൾ ഒന്നും തോന്നിയില്ല. അവൾ ഇരിക്കുന്ന സീറ്റിലേക്ക് കാല് കയറ്റി വയ്ക്കാൻ സൗകര്യമായി. ട്രെയിൻ കോട്ടയം അടുക്കാറായപ്പോൾ ലേഖ എഴുന്നേറ്റു. രമണിയെ ഉപദേശിച്ചു. ചേച്ചി, വർക്കല ഇറങ്ങരുത്, തിരുവനന്തപുരത്ത് ചെല്ലണം. എല്ലാവരും ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ ഓരോ ബോഗിയിലും കയറി നോക്കണം. അപ്പോൾ ബാഗ് കിട്ടാതിരിക്കില്ല. രമണി തലകുലുക്കി സമ്മതിച്ചു. ലേഖ യാത്ര പറയുമ്പോൾ രമണിയുടെ കണ്ണു നിറഞ്ഞിരുന്നു. അവളുടെ കൈപിടിച്ച് രമണി വിതുമ്പി. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. നന്ദി പറഞ്ഞാലൊന്നും പോരാന്ന് എനിക്കറിയാം. ലേഖ ഒന്നും പറയാതെ രമണിയുടെ കുട്ടിയെ ചേർത്ത് പിടിച്ച് ഒരു മുത്തം കൊടുത്തു. മിടുക്കനായല്ലോ എന്ന് പറഞ്ഞ് അവൻ്റെ കവിളിൽ തട്ടി. വിമൽ ബാബു പോക്കറ്റിൽ നിന്ന് 1000ന്റെ 2 നോട്ടുകളെടുത്ത് ലേഖയുടെ നേർക്ക് നീട്ടി. വേണ്ടെന്ന് പറയരുത്, ഇത് വാങ്ങണം. എൻ്റെ ഒരു ആശ്വാസത്തിന്. എനിക്കെന്തിനാ പൈസ തരുന്നേ? രമണി ചേച്ചിയുടെ ടിക്കറ്റ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എൻ്റെ മുമ്പിൽ വന്ന് കൈനീട്ടപ്പോൾ ഒന്നും തന്നില്ലല്ലോ ഞാൻ. തനിയെയല്ലേ പൈസ മുടക്കിയത്? ലേഖ മന്ദഹസിച്ചു. വേണ്ട. നോട്ടുകൾ പിടിച്ചിരുന്ന വിരലുകൾ അവൾ മെല്ലെ അയാളുടെ കൈവെള്ളയിലേക്ക് തന്നെ മടക്കി. ലേഖയുടെ കയ്യിൽ നിന്നല്ലേ മുഴുവൻ പൈസയും? അത് ഞാൻ മാനേജ് ചെയ്തോളാം. ഒരുപാട് പൈസ ഉണ്ടായിട്ടല്ല, എന്നാലും വേണ്ട. ഇനി എപ്പോഴെങ്കിലും ഇതുപോലൊരു സാഹചര്യത്തിൽ ആരെങ്കിലും വിഷമിക്കുന്നത് കണ്ടാൽ ഈ പൈസ കൊടുത്ത് സഹായിക്കണം. ഒരു പുഞ്ചിരി അയാൾക്ക് കൊടുത്ത് ഇറങ്ങുന്നവരുടെയും കയറുന്നവരുടെയും തിരക്കിലേക്ക് തൻ്റെ ബാഗും തൂക്കി ലേഖ മെല്ലെ നടന്നുപോയി. ഒഴിഞ്ഞ സീറ്റുകളിലെല്ലാം ആളുകൾ വന്ന് ഇരിപ്പുറപ്പിച്ചു.
എന്നിട്ടും ആ കമ്പാർട്ട്മെന്റ് ശൂന്യമാണെന്ന് വിമൽ ബാബുവിന് തോന്നി. 3 ദിവസം നീളുന്ന തീവണ്ടി യാത്രക്കിടയിൽ ആർക്കെങ്കിലും അസുഖം വന്നെങ്കിലോ എന്ന് കരുതി പ്രഥമ ശുശ്രൂഷ നൽകാനുള്ള ഫസ്റ്റ് എയ്ഡ് കിറ്റുമായി യാത്ര ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ സ്മരണ നൽകിയ പ്രകാശരൂപം മാത്രം വിമൽ ബാബുവിൻ്റെ മനസ്സിൽ അവശേഷിച്ചു. തീവണ്ടി വീണ്ടും ചലിച്ചു തുടങ്ങി.